أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ, ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, അല്ല 2 വർഷം എന്ന് വേണം പറയാൻ, ബ്രിട്ടൻ ജമാഅത്ത് അഹമ്മദിയയുടെ വാർഷിക ജൽസ കഴിഞ്ഞ ജുമായ്ക്ക് ആരംഭിക്കുകയും 3 ദിവസങ്ങൾ ആത്മീയ അന്തരീക്ഷം സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അതിന് പരിസമാപ്തി കുറിക്കുകയും ചെയ്യുകയുണ്ടായി. 2020 കൊറോണ വൈറസ് കാരണം ജൽസ സാധ്യമായില്ല. ഇപ്പോഴും ഏകദേശം അതേ സ്ഥിതിഗതികളായതിനാൽ ഈ വർഷവും ജൽസ നടക്കില്ലെന്നാണ് അതിൻ്റെ സംഘാടകർ കരുതിയിരുന്നത്. ഈ ചിന്താഗതി കാരണം അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്കും വേണ്ട ശ്രദ്ധയുണ്ടായിരുന്നില്ല. അക്കാര്യം ഞാൻ കഴിഞ്ഞ ഖുതുബയിലും സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇൻഷാല്ലാ ജൽസ നടക്കും എന്ന് അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തി. എന്നാൽ അവർ പൂർണ്ണ മനസ്സോടെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. സംഘാടക സമിതി തന്നെ ഇങ്ങനെ റിലാക്സ് ആയാൽ, അയഞ്ഞ് മട്ടിലായാൽ അതിൻ്റെ പ്രവർത്തകരും അതേ ചിന്ത വച്ചു പുലർത്തുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇൻഷാല്ലാ അള്ളാഹു ജൽസയുടെ സംവിധാനങ്ങൾ നല്ല നിലയിൽ നടത്തിപ്പിക്കും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുമുണ്ടായിരുന്നു. അക്കാരണത്താൽ ഒരു സന്ദർഭത്തിൽ എനിക്ക് സംഘാടകരോട്, നിങ്ങൾ ഇപ്രകാരം താല്പര്യക്കുറവോടെ പ്രവർത്തിക്കുകയും ജൽസ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ഒരു സംശയത്തിൽ തുടരുകയും ചെയ്താൽ, അതുപോലെ നിരാശാജനകമായ നിലയിൽ നിങ്ങൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ സംഘാടകരെ ഇതിനായി നിശ്ചയിക്കും എന്ന് എനിക്ക് കർശനമായി തന്നെ പറയേണ്ടി വരുന്നു. എന്തായാലും എൻ്റെ ഈ വാക്കുകൾ അവരിൽ വലിയ ആഘാതം സൃഷ്ടിക്കുകയും വളരെ ദ്രുതഗതിയിൽ അവർ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. പതിവില്ലാത്ത വിധം വൈകിയാണ് എല്ലാം തുടങ്ങിയത് എന്ന് മാത്രം. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വളണ്ടിയർമാർ, അവരാണ് യഥാർത്ഥ ഫോഴ്സ്, യഥാർത്ഥ ശക്തി. അതുപോലെ മാൻ പവറും അവർ തന്നെയാണ്. അവർ ഇതേക്കുറിച്ച് മുമ്പേ ചിന്താകുലരായിരുന്നു എന്ന് എനിക്കപ്പോൾ തോന്നി. അതുപോലെ ജൽസയുടെ സംവിധാനങ്ങൾക്കായി ഉടനടി 4 ഭാഗത്തു നിന്നും വളണ്ടിയർമാരും എത്തിച്ചേരാൻ തുടങ്ങി. ജൽസ ദിനങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിക്കാരുടെ നീണ്ട നിരകൾ തന്നെ ഉണ്ടായി. ജൽസ ചെറിയ തോതിലായിരുന്നതിനാൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തകരെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിലും അല്പം ബുദ്ധിമുട്ടുണ്ടായി. പുരുഷന്മാരും അതുപോലെ ലജനകളും അവർക്ക് വേണ്ട പ്രവർത്തകരെ തിരഞ്ഞെടുത്തു. ലജനകൾ ഏതാണ്ട് 5/1 ഭാഗവും അതുപോലെ പുരുഷന്മാർ ഏകദേശം 3/1 ഭാഗവും വന്ന വളണ്ടിയർമാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. അതിനായി എടുക്കാത്തവർ നിരാശരായി മടങ്ങുകയുണ്ടായി. അവർക്ക് സേവനത്തിലുള്ള അവസരം ലഭിച്ചില്ല. അതുകൊണ്ട് ഞാനിവിടെ എല്ലാ സ്ത്രീ പുരുഷന്മാരോടും കുട്ടികളോടും ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികൾക്കും ഡ്യൂട്ടി ഇവിടെ ഏൽപ്പിക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നിയ്യത്ത് അഥവാ ഉദ്ദേശശുദ്ധിയെയാണ് നോക്കുന്നത്. അതനുസരിച്ചാണ് അവൻ പ്രതിഫലം നൽകുന്നത്. ഹജ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിൻ്റെ അതിഥികളെ സേവിക്കുക എന്ന നിങ്ങളുടെ നിയ്യത്ത് പൂർത്തിയായിരിക്കുന്നു. ചില കാരണങ്ങളാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ നിങ്ങളുടെ നിയ്യത്ത് കാരണം അള്ളാഹു നിങ്ങളെ തൽക്കാര്യത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്നും ഒഴിവാക്കിയില്ല. എന്തായാലും അത്തരം എല്ലാവരെയും അവരുടെ സേവന മനോഭാവത്തിന് ഉത്തമമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, ജലസ കഴിഞ്ഞ അടുത്ത ജുമയിൽ പ്രവർത്തകർക്കുള്ള നന്ദി
ഞാൻ പൊതുവെ അറിയിക്കാറുണ്ട്. പലരും വിവിധ വകുപ്പുകൾക്ക് കീഴിൽ പ്രവർത്തിച്ചു. ചിലർ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, തുടർ പ്രവർത്തനങ്ങളിലാണുള്ളത്. ഇതേക്കുറിച്ച് പലരും എനിക്ക് എഴുതുന്നുണ്ട്. ലോകത്തു നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രവർത്തകർക്കും സേവകർക്കുമൊക്കെ നന്ദി അറിയിച്ചുകൊണ്ടും അതുപോലെ എല്ലാ വിഭാഗത്തിനു കീഴിലുള്ളവരും അവരുടേതായ നിലയിൽ അവരുടെ കടമകൾ യഥാവിധം പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ടും എനിക്ക് കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ കാരണം ഒരു സമയത്ത് പാർക്കിങ്ങിൽ നിന്നും കാറുകൾ എടുത്തു മാറ്റുന്നത് വലിയ പ്രശ്നമായി തീർന്നിരുന്നു. ആ അവസരത്തിൽ വളണ്ടിയർമാർ അസാധാരണമായ നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. അക്ഷരാർത്ഥത്തിൽ അവർ കാറുകൾ ചളിയിൽ നിന്നും എടുത്ത് ഉയർത്തി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അക്കാര്യത്തിനായി അവരോടൊപ്പം ഇതര വകുപ്പുകളിൽ നിന്നും ഒഴിവുള്ളവരും കൂടിയിരുന്നു. പിന്നീട് നിലവിലെ പാർക്കിങ്ങിന്റെ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പുതിയ പാർക്കിങ്ങുള്ള സംവിധാനം ഒരുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസത്തെ കുറച്ച് സമയം വരെ പാർക്കിങ്ങിലേക്ക് വന്നിരുന്ന കാറുകൾ നീക്കം ചെയ്യാൻ അവർ വളരെയധികം പ്രയാസപ്പെട്ടു. ആ പ്രയാസ നിമിഷങ്ങളെ ക്യാമറ കണ്ണുകൾ കാണുകയും MTA അതിനെ ലോകസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള അഹമ്മദികളും അന്യരും ഒരുപോലെ അമ്പരന്നുപോയി. മാത്രമല്ല അനഹമ്മദികളും അമുസ്ലിങ്ങളും പോലും ആ ദൃശ്യം കണ്ട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് ഈ ഒരു ദൃശ്യം അവിശ്വസനീയമാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഓഫീസർമാരും അതുപോലെ കീഴ്ജീവനക്കാരും ഒരുപോലെ കാറുകൾ ചളിയിൽ നിന്നും എടുത്തു മാറ്റാനായി സ്വയം ചളിയിൽ കുളിച്ചിരിക്കുന്നതായി കാണുകയുണ്ടായി. ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിന് അള്ളാഹു ഒരു ഭ്രാന്തമായ ഒരു ഉന്മാദമായ അഭിനിവേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇക്കൂട്ടർ. അതുപോലെ വേറെയും ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ശുചിത്വ വിഭാഗം, ഭക്ഷണം വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് വിഭാഗം, ഭക്ഷണം പാകം ചെയ്യുന്ന റൊട്ടി നിർമ്മിക്കുന്ന വിഭാഗം, അതുപോലെ ഏറ്റവും സുപ്രധാനമായ ജൽസ സംവിധാനത്തിലെ വിഭാഗങ്ങളുമുണ്ട്. ടെൻറ്റുകൾ കെട്ടുന്നതിൻ്റെയും അതുപോലെ ട്രാക്കും മറ്റും വിരിക്കുന്നതിൻ്റെയും അതുപോലെ പ്രാരംഭഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജൽസയുടെ മുഴുവൻ സംവിധാനവും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ. അതിനായി സ്ഥിരമായി ആഴ്ചകളോളം വളണ്ടിയർമാർ പല ദിക്കുകളിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു. ഇനിയിപ്പോൾ എല്ലാം വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിന് ഒരുപാട് ദിവസം എടുക്കും. അതുപോലെ വിവിധ വകുപ്പുകൾ വേറെയുമുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ട് ലോകത്തുള്ള എല്ലാവരും MTA തത്സമയ സംപ്രേഷണം കണ്ട് വളരെയധികം പ്രഭാവിതരാകുകയുണ്ടായി. MTA ഇവിടെ വന്ന അതിഥികളും അവരെക്കുറിച്ച് ആ പ്രവർത്തകരെക്കുറിച്ച് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. MTA ലോകസമക്ഷം ആ ദൃശ്യങ്ങൾ കാഴ്ചവെക്കാനും വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൃശ്യ സംയോജനത്തിനുമെല്ലാം വളരെയധികം അത്യധ്വാനം ചെയ്യുകയുണ്ടായി. അക്കാര്യങ്ങൾ യഥാർഹം MTA ചെയ്യുകയുണ്ടായി. ലോകത്തിന് ജൽസ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ ജൽസയുടെ പരിപാടികൾ സംഘടിതമായ നിലയിൽ കാണാനായി ഒരുമിച്ച് കൂടിയിരുന്നവരെ ഞങ്ങൾക്കിവിടെ ജൽസഗാഹിലും സ്ക്രീനുകൾ വഴി കാണിച്ചു തന്നു. അക്കാര്യത്തിന് ലോകവും സാക്ഷ്യം വഹിച്ചു. അങ്ങനെ ജൽസയുടെ മുഴുവൻ കവറേജും, ആദ്യഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, ജൽസ നടക്കുമ്പോൾ ഉണ്ടായ പ്രവർത്തനങ്ങൾ, ജൽസഗാഹിലുണ്ടായ താലീം തർബിയത്ത് പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവയെല്ലാം MTA സംപ്രേഷണം ചെയ്തപ്പോൾ പ്രേക്ഷകരായ അഹമ്മദികളും മറ്റുള്ളവരും വളരെ അതിശയത്തോടെ അതൊക്കെ കാണുകയും ഈ ദൃശ്യങ്ങൾ അവർക്ക് കാണിച്ചു തന്നതിന് അവർ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് മുഖേന ഒരു വിചിത്രമായ ഗ്ലോബൽ ഹൗസിന്റെ, ഒരു ആഗോള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭവനത്തിന്റെ സങ്കല്പം രൂപം കൊള്ളുകയുണ്ടായി. ഞാൻ എല്ലാ സ്ത്രീ പുരുഷന്മാരായ പ്രവർത്തകർക്കുമുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. വളരെ പ്രതികൂല സാഹചര്യമായിട്ടും അത് ഒരു അടിയന്തര തീരുമാന ഫലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായിരുന്നിട്ട് കൂടി അവർ വളരെയധികം കർമ്മനിരതരായി കാണപ്പെട്ടു. കാലാവസ്ഥയും മോശമായിരുന്നു. ഇതൊക്കെ ആയിട്ടും എല്ലാവരും നിസ്വരായി പ്രവർത്തിച്ചു. ജൽസ ഡ്യൂട്ടിയുടെ കടമ അവർ പൂർത്തിയാക്കി. ഈ ജൽസ കണ്ട പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള നന്ദിയും ഞാൻ അവരെ അറിയിക്കുകയാണ്. നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരുപാട് കത്തുകൾ എനിക്ക് വരുന്നുണ്ട്. പ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ച ശേഷം ഇന്ന് ഞാൻ പതിവ് പോലെ ഖുതുബയുടെ വിഷയത്തിലേക്ക് കടക്കണം എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ലോകത്തുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ജൽസയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പരിപാടികൾ കണ്ട ശേഷമുള്ള അതിൻ്റെ സൽഫലങ്ങളും അതുപോലെ ജമാഅത്തിനകത്തും പുറത്തുമുള്ളവരുടെ അനിതര സാധാരണമായ വികാര പ്രകടനങ്ങളും എത്ര വിപുലമായ നിലയിൽ ഒട്ടനവധി റിപ്പോർട്ടുകളായും കത്തുകളായും എൻ്റെ അടുത്ത് വന്നെന്നാൽ ഞാൻ തീരുമാനിച്ചു ഈ ഖുതുബയിലും എല്ലായ്പ്പോഴും പോലെ തന്നെ ജൽസയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും അതിലുണ്ടായ ദൈവാനുഗ്രഹങ്ങളും സംബന്ധിച്ച് വിവരിക്കാം എന്ന്.
എല്ലാം പൂർണ്ണമായും ഇവിടെ വിവരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ അതിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ വളരെ വ്യതിരിക്തമായ നിലയിൽ സംഘടിപ്പിക്കപ്പെട്ട ജൽസ മുഖേന അള്ളാഹുവിൻ്റെ അനുഗ്രഹ കവാടങ്ങൾ എപ്രകാരം തുറന്നെന്നാൽ അത് കാണുന്നവർ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവന് മുമ്പാകെ കുനിയുന്നതാണ്. അള്ളാഹു ഈ പ്രതികൂല സാഹചര്യത്തിലും എപ്രകാരമാണ് ജമാഅത്തിന് മേൽ അനുഗ്രഹം ചൊരിയുന്നതെന്ന് നോക്കുക. ഇത്തവണ പൊതുവെ ഒരു കുറവുണ്ടായതായി ആളുകൾ ഏറ്റു പറഞ്ഞിട്ടുള്ളത് ആഗോള ബയ്യത്ത് നടന്നില്ല എന്ന കാര്യമാണ്. അതിനായി അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഈ സാഹചര്യത്തിൽ ബയ്യത്ത് നടക്കുക പ്രയാസമായിരുന്നു, ഒരു നിർബന്ധിത സാഹചര്യമായിരുന്നു. ഇനി ഞാൻ ചുരുങ്ങിയ നിലയിൽ ചില റിപ്പോർട്ടുകളും അനുഭവക്കുറിപ്പുകളും ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇത് ആദ്യമായാണ് ലൈവ് സ്ട്രീം വഴി മറ്റ് ജമാഅത്തുകളും ജൽസയിൽ പങ്കെടുക്കുന്നത്. അതായത് അവർ സ്വന്തം സ്ഥലത്ത് ഇരുന്ന് ജൽസ കാണുകയും അതോടൊപ്പം ഇവിടെ ജൽസകായുള്ള സ്ക്രീനിൽ അവരെ എല്ലാവർക്കും കാണാനാകുകയും ചെയ്തിരുന്നു. UK-യിൽ തന്നെ സംഘടിത രൂപത്തിൽ ജൽസ ശ്രവിക്കാനായി 5 സ്ഥലങ്ങളിൽ സംവിധാനം ഒരുക്കിയിരുന്നു. മറ്റു രാജ്യങ്ങളിലും ഒരുപാട് മണിക്കൂർ സമയ വ്യത്യാസമുണ്ടായിരുന്നിട്ട് കൂടി അവരെല്ലാവരും ഒത്തുകൂടി സംഘടിതമായ നിലയിൽ ജൽസ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഗ്വാറ്റമാല, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്നു. UK കൂടാതെ 22 രാജ്യങ്ങളിലായി 37 സ്ഥലങ്ങളിലായി ലൈവ് സ്ട്രീം വഴി ജമാഅത്ത് അംഗങ്ങൾ ജൽസ സാലാനയിൽ പങ്കെടുക്കുകയുണ്ടായി. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഇത്തവണ ലൈവ് സ്ട്രീമിങ്ങിന്റെ സംവിധാനം ആദ്യമായാണ് ഉണ്ടായത്. അതിൽ സ്ത്രീകൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്ത്രീകൾ അതിൽ പങ്കെടുത്തു. ഒരു കണക്കനുസരിച്ച് സ്ത്രീകളുടെ സെഷനിലുണ്ടായിരുന്ന പ്രഭാഷണങ്ങളും സ്ത്രീകളുടെ പ്രോഗ്രാമുകളും 30-35,000 സ്ത്രീകൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അങ്ങനെ പങ്കെടുത്ത രാജ്യങ്ങളിൽ അമേരിക്ക, കാനഡ, ഗ്വാറ്റമാല എന്നിവിടങ്ങളിൽ ഓരോ രാജ്യത്തും 2, 3, 4 സെന്ററുകളിലായി ജൽസയിൽ പങ്കെടുക്കുകയുണ്ടായി. ഗ്യാന, ആസ്ട്രേലിയ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, മൗറീഷ്യസ്, കബാബീർ, ഇന്ത്യ, ബുർക്കിന ഫാസോ, ഘാന, നൈജീരിയ, ഗാംബിയ, തൻസാനിയ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, സ്വീഡൻ, ബെൽജിയം, ഫിൻലാൻഡ്, ഹോളണ്ട് തുടങ്ങിയവ പങ്കെടുത്തു. നൈജീരിയയിൽ നിന്നും ഈസ സാഹിബ് എന്നൊരു അനഹമ്മദി സഹോദരൻ മിഷൻ ഹൗസിൽ വന്ന് 3 ദിവസവും എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയുണ്ടായി. പറയുന്നു, ഞാൻ മുമ്പ് കേട്ടിരുന്നത് അഹമ്മദിയ ജമാഅത്ത് ഇസ്ലാം വിരുദ്ധ പ്രസ്ഥാനം എന്നാണ്. അവർ അനുവദനീയമല്ലാത്ത കാര്യമായ TV മസ്ജിദിൽ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. എന്നാൽ ജൽസ കേട്ട ശേഷം ഞാൻ മനസ്സിലാക്കിയത് അഹമ്മദികൾ ഐക്യത്തോടെ കഴിയുന്നത് പോലെ ലോക മുസ്ലിങ്ങൾ കഴിയുകയാണെങ്കിൽ, അവരെ പോലെ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചാൽ മുസ്ലിങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ലോകത്തൊരു ശക്തിക്കും ഇസ്ലാമിനെതിരെ ശബ്ദമുയർത്താൻ പോലും ആകാത്ത ഒരു സ്ഥിതി വരികയും ചെയ്യുന്നതാണ് എന്നാണ്. അഹമ്മദിയ ജമാഅത്തിനുള്ളിലുള്ള ഐക്യവും അഖണ്ഡതയും ഞാൻ ജൽസയിൽ കാണുകയുണ്ടായി. എന്റെ വീക്ഷണത്തിൽ അത് സത്യത്തിനുള്ള ഒരു തെളിവാണ്. സീംബിയയിൽ നിന്നും നവ അഹമ്മദികളും അനഹമ്മദികളും കൂടി ജൽസ കാണുകയുണ്ടായി, ഒരുമിച്ച് കൂടി കാണുകയുണ്ടായി. അവിടെ ഒരിടത്ത് 35 അനഹമ്മദികൾ ഒത്തുകൂടിയിരുന്നു. ജൽസയുടെ പരിപാടി കണ്ടും കേട്ടും ഒരു ക്രിസ്ത്യാനിയായ ടീച്ചർ പറയുകയുണ്ടായി, ഇന്ന് ജൽസയുടെ പരിപാടി കേട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അറിയാനായി. പറയുന്നു, എൻ്റെ ബുദ്ധിയും ഗ്രാഹ്യവും ഉപയോഗിച്ച് എനിക്ക് മനസ്സിലാക്കാനായത് ഇസ്ലാം മാത്രമാണ് ഏക സത്യമതം എന്നാണ്. ആവശ്യക്കാരെ സഹായിക്കാനായി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഈ ഒരു മതം മാത്രമാണ്. ഇതിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി. ഗാബൂനിലെ മൊബലിക് ഇൻചാർജ് എഴുതുന്നു, അമുസ്ലിം പോലീസ് ഓഫീസർ തന്റെ ഭാര്യയോടൊപ്പം ജൽസ കേൾക്കാനായി മസ്ജിദിലേക്ക് വന്നിരുന്നു. ഇതിനു മുമ്പ് അവർ ജമാഅത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല, അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ലബനാനുകാരനായ നവ അഹമ്മദിയുടെ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം ജൽസ പ്രോഗ്രാമിൽ അവർ കേട്ടപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, ജൽസ കഴിഞ്ഞാൽ എനിക്ക് MTA എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോൾ യൂട്യൂബ് വഴി MTA കാണാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ അദ്ദേഹം മൊബൈലിൽ യൂട്യൂബ് വഴി MTA ഫ്രഞ്ച് ചാനൽ തുറന്നു നോക്കി ജൽസ കാണാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഈ ചാനൽ വഴി അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ്. നൈജീരിയയിൽ നിന്നും ഒരു അനഹമ്മദി സുഹൃത്ത് ജൽസയുടെ പരിപാടികൾ കണ്ട ശേഷം ഇപ്രകാരം പറഞ്ഞു, ഈ ജൽസ ശ്രവിച്ചപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാനാകുന്ന ഒരു കാര്യം, ലോകത്ത് ഒരു സത്യവിഭാഗം ഉണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്ത് തന്നെയാണ്. ഞാൻ വേഗം തന്നെ ഇതിൽ പ്രവേശിക്കുന്നതാണ്. ഒരു അനഹമ്മദി സുഹൃത്ത് ജൽസയെക്കുറിച്ചുള്ള അനുഭവം പങ്കിട്ടുകൊണ്ട് പറഞ്ഞു, ഈ ജമാഅത്ത് സത്യവാന്മാരുടെ ജമാഅത്താണ്. നിശ്ചയമായും ഈ ജമാഅത്ത് സത്യവാന്മാരുടേത് തന്നെയാണ്. ഈമാനുള്ളവരുടേതാണ് ഈ ജമാഅത്ത്. ശക്തമായ മഴയിലും പ്രവർത്തകർ ജോലിയിൽ മുഴുകിയിരിക്കുന്നതായി ഞാൻ കണ്ടു. അവർ അതിഥികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അതുപോലെ എൻ്റെ സ്ത്രീകളോടുള്ള പ്രഭാഷണം കേട്ടും അദ്ദേഹം വളരെ പ്രഭാവിതനായി എന്നും പറയുകയുണ്ടായി.
ജപ്പാനിലെ മുബലിഗ് ഇൻചാർജ് എഴുതുന്നു, ഹിരോഷിമയുമായി ബന്ധമുള്ള ഒരു അനഹമ്മദി ജപ്പാനി സഹോദരൻ മഷിമ ഓസു മു സാഹിബ് ഉണ്ട്. അദ്ദേഹം ഞാൻ ജപ്പാനിൽ ഹിരോഷിമയിൽ പോയപ്പോൾ എന്നെ സൽക്കരിച്ചിരുന്നു. 2017 സ്വിസ് കോൺഫറൻസിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പറയുന്നു, ഞാൻ ജൽസ കാണുകയാണ്. ആഗസ്റ്റ് 6 ഖുതുബയും ശ്രവിച്ചു. അപ്പോൾ എനിക്ക് ജപ്പാനിലെ ജമാഅത്തിന്റെ സേവനങ്ങളെയാണ് ഓർമ്മ വന്നത്. ജമാഅത്തിന്റെ 2ാം ഖലീഫ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി 1945 ആഗസ്റ്റ് 10 ഹിരോഷിമയിൽ ആറ്റം ബോംബ് ആക്രമണം നടത്തിയതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. ഹിരോഷിമയെ പിന്തുണച്ചുകൊണ്ടുണ്ടായ തുടക്കകാല ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു അത്. അതിനുശേഷം നിലവിലെ ഖലീഫ ഹിരോഷിമ സന്ദർശിക്കുകയുണ്ടായി, 5ാം ഖലീഫ. അപ്പോൾ അദ്ദേഹം നൽകിയ ശാന്തി സമാധാന ദൂത് എനിക്ക് വളരെ സവിശേഷമായ നിലയിൽ അനുഭവപ്പെട്ടു. ഇന്ന് ഹിരോഷിമ ദിനത്തിൽ MTA കാണുമ്പോൾ എനിക്ക് ആഗ്രഹമുള്ളത് MTA ആഫ്രിക്ക പോലെ MTA ജപ്പാനും വേഗം തന്നെ നിലവിൽ വരണമെന്നാണ്. അതുപോലെ ജൽസയുടെ അന്തരീക്ഷത്തിൽ ആഗോളതലത്തിൽ ജനങ്ങൾ ഒത്തുകൂടുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു അനുഭൂതി ഉണ്ടായി. ലോകത്തെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടാനും ലോകത്ത് ശാന്തി സമാധാനം നിലനിർത്താനുമുള്ള അഹമ്മദിയ ജമാഅത്തിന്റെ പങ്ക് എത്ര മഹത്തരമാണ് എന്ന് എനിക്ക് തോന്നി. മസക്കാസിംബിയിൽ നിന്നും ഒരു അനഹമ്മദി ഉസ്താദ് പറയുന്നു, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഖലീഫയിൽ നിന്നും ഒരു കാര്യം പഠിച്ചിരിക്കുന്നു. ഇസ്ലാമിൽ സ്ത്രീക്ക് പൂർണ്ണമായും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാം വിവാഹ സംബന്ധമായി തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശം സ്ത്രീക്ക് നൽകുന്നുണ്ട്. എന്നാൽ ചില സൊസൈറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി സ്ത്രീകളെ വിവാഹം നടത്തുന്നു. മാനസിക അവകാശങ്ങളെ അവർ പരിഗണിക്കുന്നില്ല. മാത്രമല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകിയ ഏക മതം ഇസ്ലാം ആണെന്ന് മനസ്സിലായി. പറയുന്നു, ഇസ്ലാം ഒരു പുരുഷന് ഒന്നിലധികം വിവാഹം ചെയ്യാൻ അനുമതി നൽകുന്നു എങ്കിലും കൂടി അതോടൊപ്പം നീതിയുടെ കോന്തല കൈവെടിയരുത് എന്നും അവനോട് അത് നിഷ്കർഷിക്കുന്നുണ്ട്. തുല്യനീതി ഉറപ്പാക്കാനാകുന്നില്ല എന്ന് വരികിൽ ഒരു ഭാര്യ തൃപ്തിപ്പെടാനും അത് പഠിപ്പിക്കുന്നു. ഇത് വളരെ സുന്ദരമായ ഇസ്ലാമിക അധ്യാപനമാണ്. അഹമ്മദിയത്ത് തന്നെയാണ് അതിൻ്റെ ധ്വജവാഹകർ. നൈജീരിയ റീജിയനിലെ തസാവയിൽ നിന്നും ഒരു അനഹമ്മദി സുഹൃത്ത് എഴുതുന്നു, മാമൻ ഖാലി സാഹിബ് പറയുന്നു, എൻ്റെ ആദ്യത്തെ അനുഭവമാണിത്. ഞാൻ വളരെയധികം ഇത് മുഖേന പ്രഭാവിതനായി. ഈ ഒരു മാതൃക ബാക്കിയുള്ള മുസ്ലിം വിഭാഗങ്ങളും പിന്തുടരുകയാണെങ്കിൽ നിശ്ചയമായും മുസ്ലിങ്ങൾ പുരോഗതിയുടെ പടവുകൾ താണ്ടുമായിരുന്നു. നൈജീരിയയിലുള്ള ഒരു അനഹമ്മദി എഞ്ചിനീയർ ഉസാമ സാഹിബ് പറയുന്നു, എത്രമാത്രം രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. വ്യത്യസ്ത മനുഷ്യർ, ഭാഷാ സംസ്കാര വൈവിധ്യങ്ങൾ ഉള്ളവരായിട്ടും എത്ര വലിയ അനുസരണത്തിന്റെ മാതൃകയാണ് അവർ വച്ചിരിക്കുന്നത്. കൊറോണ പോലുള്ള മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ഇത്രയും അന്യൂനമായ പെർഫെക്റ്റ് ആയ സംഘാടക മികവ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നൈജീരിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു അനഹമ്മദിയായ അതിഥി മറിയം സാഹിബ് പറയുന്നു, ഇന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം കേട്ട് എനിക്ക് സ്ത്രീകളുടെ കടമകളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും രണ്ടും നല്ല നിലയിൽ മനസ്സിലാക്കുകയുണ്ടായി. വികസിത രാഷ്ട്രങ്ങളിലുള്ളവർക്ക് ഇവിടെ ആഫ്രിക്കയിലെ മിക്ക സ്ത്രീകളുടെയും ജീവിതസ്ഥിതി എത്ര പരിതാപകരമാണെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. താങ്കളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരുപോലെയുള്ളതാണ്. പറയുന്നു, എല്ലാ അഹമ്മദികളും തങ്ങളുടെ പ്രവർത്തികൾ അവരുടെ പ്രബോധനത്തിന് തുല്യമായ, പറയുന്നതിന് തുല്യമായ നിലയിലാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലൊരു ജനതയെ എനിക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കുകയില്ല. എല്ലാ അഹമ്മദികളും തങ്ങളുടെ വീടുകളിൽ ഈ അധ്യാപനങ്ങളുടെ മാതൃക കാഴ്ചവെക്കേണ്ടതാണ്. വെറും പ്രസംഗം എന്ന നിലയ്ക്ക് മാത്രം അത് കരുതരുത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ മാതൃക എല്ലാ അഹമ്മദികളും തങ്ങളുടെ വീടുകളിൽ കാണിക്കേണ്ടതാണ്. വെറും പ്രസംഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല അത്. അപ്രകാരം മാത്രമേ ഇസ്ലാമിക അധ്യാപനങ്ങൾ ജനങ്ങളിൽ സ്വാധീനം മുളവാക്കിയിരിക്കുന്നത് എപ്പോഴും അവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ, ഇപ്പോഴുള്ള സ്വാധീനം നിലനിൽക്കുകയുള്ളൂ. നൈജറിലെ ഒരു അനഹമ്മദി സുഹൃത്ത് ഫരീദ് മൂസ പറയുന്നു, ഇദ്ദേഹവും സ്ത്രീകളോടുള്ള പ്രഭാഷണത്തെ പ്രകീർത്തിക്കുകയുണ്ടായി. അതുപോലെ ഒരു അനഹമ്മദി സഹോദരി മറിയം ഇലിയാസ് സാഹിബ് പറയുന്നു, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ജമാഅത്തെ അഹമ്മദിയുടെ ഇമാം പറഞ്ഞ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ കേട്ടപ്പോൾ ഒരു സ്ത്രീ ആയതിൽ എനിക്ക് അഭിമാനം തോന്നി. എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര നന്നായേനെ, ഈ ലോകം സ്വർഗതുല്യമായി മാറിയേനെ. നൈജറിലെ ഒരു അനഹമ്മദി സഹോദരി നഫീസ ആദമോസ് പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ജമാഅത്തെ അഹമ്മദിയുടെ പ്രഭാഷണം കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നാൽ സയ്യിദ്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീക്ക് നൽകിയ ആദരവും ബഹുമാനവും ഇന്ന് ഈ ലോകത്ത് ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് വളരെ ചിന്താർഹമായ കാര്യമാണ്. എല്ലാ അഹമ്മദി പുരുഷന്മാരും തങ്ങളുടെ വീടുകളിൽ നല്ല രീതിയിൽ പെരുമാറുക, ലോകത്തെ വഞ്ചിക്കരുത്.
നൈജർ അമീർ സാഹിബ് എഴുതുന്നു, ഒരു അനഹമ്മദി സുഹൃത്ത് അൽഹാജ് ഹുസൈൻ സാഹിബ്, അദ്ദേഹം ഒരു വ്യാപാരിയാണ്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ജൽസയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നൽകിയിരുന്നു. അദ്ദേഹം ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ജൽസയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരു ചടങ്ങ് എന്ന രീതിയിലാണ് നിങ്ങളുടെ ജൽസയിൽ പങ്കെടുക്കാൻ വന്നത്. ഏതെങ്കിലും ഭൗതിക മേളയായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ജൽസ തുടങ്ങിയപ്പോൾ ഈ 3 ദിവസവും ഞാൻ ജൽസ കേൾക്കാൻ വരുമെന്ന് തന്നെ തീരുമാനിച്ചുറച്ചു. ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച കാര്യം ജൽസയുടെ അന്തരീക്ഷവും ചുറ്റുപാടുമായിരുന്നു. ജൽസയിൽ ഡ്യൂട്ടി ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ കാണുമ്പോൾ ഒരു ആത്മീയ അഭിനിവേശം അവരിൽ എനിക്ക് കാണാൻ സാധിച്ചു. അവരിൽ ഒരു അത്യുത്സാഹം എനിക്ക് കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ ഇതെല്ലാം സാധാരണ ജനങ്ങളെ കൊണ്ട് സാധ്യമായ കാര്യമേ അല്ല. ഗിനിക്കന കുരിയിലെ മുബലിക് ഇൻചാർജ് സാഹിബ് പറയുന്നു, കന്യാർ പ്രദേശത്തെ ലോക്കൽ മിഷണറി പറയുന്നു, ഈ പ്രദേശത്തെ മേയറിന് ജൽസയിൽ പങ്കെടുക്കാൻ ക്ഷണം നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് എൻ്റെ മകൻ ജൽസയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അദ്ദേഹം വന്നപ്പോൾ സ്ത്രീകളോടുള്ള എൻ്റെ പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയായിരുന്നു. അവിടെ കറണ്ട് കുറവാണ്. ഈ സമയത്ത് അവിടെ മഴക്കാലമാണ്. കറണ്ട് പോയാൽ പിന്നെ വരാൻ മണിക്കൂറുകൾ എടുക്കും. പറയുന്നു, പ്രോഗ്രാം ആരംഭിക്കുന്ന സമയത്ത് കറണ്ട് പോയി. ക്ഷണിക്കപ്പെട്ട അതിഥികൾ വന്നിരുന്നു. ജനറേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. മിഷണറി പറയുന്നു, ഞങ്ങൾ ദുആ ചെയ്തു, അള്ളാഹുവെ ജമാഅത്തിന്റെ സത്യസാക്ഷ്യത്തിനായി ഇന്ന് അത്ഭുതം കാണിച്ചാലും കറണ്ട് ശരിയാക്കിയാലും. പറയുന്നു, ഞങ്ങൾ ഹൃദയവേദനയോടെ ദുആ ചെയ്തു. അപ്പോൾ പ്രഭാഷണത്തിനായി ഞാൻ പ്രസംഗപീഠത്തിന് മുന്നിൽ വരുന്നതിന് മുമ്പേ കറണ്ട് വരികയുണ്ടായി. പറയുന്നു, കാലത്തിന്റെ മസീഹിന്റെ എളിയ സേവകരായ ഞങ്ങളുടെ ദുആ അള്ളാഹു കേൾക്കുകയും വാഗ്ദത്ത മസീഹിന്റെ സത്യസാക്ഷ്യത്തിനായി അത്ഭുത അടയാളം കാണിക്കുകയും ചെയ്തു. ഇതിനാൽ ഞങ്ങളുടെ അതിഥികളുടെ ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാവുകയും ചെയ്തു. അത്ഭുതകരമായ കാര്യം എന്താണെന്നാൽ പ്രഭാഷണം കഴിഞ്ഞതും വീണ്ടും കറണ്ട് പോയി. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഇത്രയും സമ്പൂർണ്ണമായ പ്രഭാഷണം, സമഗ്രമായ ഒരു പ്രഭാഷണം ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. മറ്റു മുസ്ലിങ്ങൾ ജമാഅത്തിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റാണ്. കാമറോണിൽ നിന്നും അവിടുത്തെ മൗല്യം പറയുന്നു, കാമറോണിന്റെ വടക്കുള്ള മർവ പ്രദേശത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ അനഹമ്മദിയായ ചീഫ് അൽഹാജി ഉസ്മാൻ ജൽസയുടെ പ്രോഗ്രാമുകൾ MT ആഫ്രിക്കയിൽ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഇമാം മഹ്ദി വരുമ്പോൾ അദ്ദേഹത്തെ ഈ ലോകം മുഴുവൻ ദർശിക്കുമെന്ന് ഞങ്ങൾ ചെറുപ്പത്തിലെ കേട്ടുവരുന്ന കാര്യമായിരുന്നു. ഇന്ന് ജൽസ കണ്ടപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജമാഅത്ത് ഇമാം മഹ്ദിയുടെ ജമാഅത്ത് തന്നെയാണ് എന്ന് തീർച്ചയായി. പല രാജ്യങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിരുന്ന് തന്നെ MT മുഖേന ജൽസയിൽ പങ്കെടുക്കുകയും അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കാര്യം പൂർത്തിയാവുന്നത് ഞാൻ കാണുകയുണ്ടായി. ജൽസ മൂലം ബയ്യത്ത് നടന്നതിനെ കുറിച്ച് മാലിയിലെ അമീർ സാഹിബ് എഴുതുന്നു, കീത്ത നഗരത്തിലെ ഒരു ഉസ്താദ് ഉമർ ബാരി സാഹിബ് ഫോൺ മുഖേന ഇപ്രകാരം പറഞ്ഞു, ഞാൻ അഹമ്മദിയല്ല എങ്കിലും ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വളരെ താല്പര്യത്തോടെ ജൽസയുടെ പ്രോഗ്രാമുകൾ ഒരുമിച്ച് കാണുകയുണ്ടായി. പ്രത്യേകമായ നിലയിൽ ഖലീഫയുടെ പ്രഭാഷണത്തിനിടയിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവരും ആവേശഭരിതരായി മുദ്രാവാക്യങ്ങൾ മുഴക്കുമായിരുന്നു. ഉമർ ബാരി സാഹിബ് തുടർന്ന് പറയുന്നു, അടുത്ത് തന്നെ അദ്ദേഹം കുടുംബാംഗങ്ങളോടൊത്ത് അഹമ്മദിയ മിഷനിൽ വന്ന് ബയ്യത്ത് ചെയ്യുന്നതായിരിക്കും. മുബലിക് ഇൻചാർജ് കാമറോൺ പറയുന്നു, കാമറൂണിലെ ചീഫ് ഇമാം ഡവാല ഫാറൂഖ് സാഹിബ് പറയുന്നു, ഞാൻ MTA ആഫ്രിക്ക മൂലം ജൽസയിൽ നടന്ന പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി. ജനങ്ങൾ ജമാഅത്തിനെ കുറിച്ച് കാഫിർ എന്നും ഭീകരവാദ സംഘടന എന്നും എല്ലാം പറയുന്നു. അവർക്കെല്ലാമുള്ള മറുപടി സ്റ്റേജിൽ വലിയ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഖാത്തമുൻ നബിയുടെ ആയത്ത് തന്നെയാണ്. ഇനി ഇൻഷാ അല്ലാഹ് MTA മുഖേന ജമാഅത്തിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും ദൂരീകരിക്കപ്പെടുന്നതായിരിക്കും. അമീർ സാഹിബ് തൻസാനിയ എഴുതുന്നു, അരൂഷ റീജിയണിലെ ഒരു അനഹമ്മദി സഹോദരി ജാബു സാഹിബ് പറയുന്നു, ഇതാദ്യമായിട്ടാണ് ഞാൻ ജൽസ കാണുന്നത്. ഇത്രയും സമാധാനാന്തരീക്ഷമുള്ള ഒത്തുചേരൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ സമ്മേളനങ്ങളിൽ ജനങ്ങൾ ബഹളമുണ്ടാക്കുകയും അവരെ ശാന്തരാക്കി നിർത്താൻ വേണ്ടി തമാശ പരിപാടികളുടെ ഏർപ്പാട് ചെയ്യുകയുമാണ് പതിവ്. എന്നാൽ ഈ ജൽസയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ഉത്ബോധിക്കപ്പെടുന്നതായും കണ്ടു. അഹമ്മദികൾക്ക് തങ്ങളുടെ ഖലീഫയോടുള്ള സ്നേഹം പോലെ ഒന്ന് ലോകത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കുകയില്ല. കാമറൂണിൽ നിന്നും തന്നെ മർവ എന്ന സ്ഥലത്തെ ഒരു ലോക്കൽ ചീഫ് ജൽസ പ്രോഗ്രാമുകൾ കണ്ടതിനു ശേഷം ഇപ്രകാരം പറയുന്നു, ഈ ജമാഅത്ത് വളരെ മികച്ച നിലവാരമുള്ളതാണ്. ഇത്രയധികം ഭാഷകളിൽ ജൽസയുടെ പ്രോഗ്രാമുകൾ തർജ്ജമ ചെയ്യുകയും ജനങ്ങൾ അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഞാൻ ജൽസ കേൾക്കുകയും എൻ്റെ അറിവ് വർദ്ധിക്കുകയും ചെയ്തു. MTA ഒരു ബർക്കത്താണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കേബിൾ കണക്ഷൻ എടുക്കുകയും എൻ്റെ വീട്ടിൽ നിന്ന് MTA കേൾക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഹമ്മദി അല്ലാത്തവരും MTAയുടെ സ്വാധീന വലയത്തിൽ അകപ്പെടുകയാണ്. ആത്മീയ തളികയിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ MTAയിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നു. ഇത് തന്നെയാണ് ആത്മീയ വളർച്ചയുടെ രഹസ്യം. ആത്മീയ ഉയർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ അഹമ്മദികളും MTAയിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതാണ്. മുബലിക് ഇൻജാദ് സാഹിബ് ഗാബൂൻ എഴുതുന്നു,
ഒരു പുതിയ അഹമ്മദി പറയുന്നു, യഥാർത്ഥത്തിൽ ഇത് മുഴു ലോകത്തിന്റെയും ജൽസയാണ്. ഇതിൽ നമ്മോടൊപ്പം ഈ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾ ഭാഗഭാക്കായിട്ടുണ്ട്. ഈ കാര്യവും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ്. സമയവ്യത്യാസം ഉണ്ടായിട്ടും ജനങ്ങൾ എല്ലാ പരിപാടികളും ഇരുന്ന് കാണുന്നു. ഈ ഒരു കാഴ്ച അഹമ്മദിയത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മറ്റു മുസ്ലിങ്ങൾക്ക് ഇത് സാധ്യമല്ല. സാംബിയയുടെ കിഴക്ക് സംസ്ഥാനത്തെ പട്ടണമായ ലൂസ നിഗാസിയിലെ പുതുതായി ബൈഅത്ത് ചെയ്ത വ്യക്തിയാണ് അലി സാഹിബ്. അദ്ദേഹം തന്റെ പ്രദേശത്തെ ഹെഡ്മാൻ ആണ്. പറയുന്നു, ഞങ്ങൾ ക്രിസ്തു മതത്തിൽ നിന്നാണ് അഹമ്മദിയായത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഫെബ്രുവരി 2021 ജമാഅത്ത് സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം അനഹമ്മദി മൗലവിമാർ പലതവണ ഇവിടെ വരികയും ജമാഅത്തിനെതിരായി ഞങ്ങളുടെ മനസ്സുകളിൽ പലതരത്തിലുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനി ആയിരുന്നത് വരെ ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാൽ അഹമ്മദി ആയതും അനഹമ്മദി മൗലികൾ ഇവരുടെ ദീൻ ശരിയാക്കാൻ എത്തിച്ചേർന്നു. പറയുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് ജൽസസാലാന UK കാണുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യവസ്ഥാപിതമായ ജലസ കാണുന്നത്. പകർച്ചവ്യാധിയുടെ കാലത്തും ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടുന്നതും പല രാജ്യങ്ങളിലെ ഭരണകൂട പ്രതിനിധികൾ തങ്ങളുടെ വീഡിയോ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത് ഞങ്ങൾ കണ്ടു. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജൽസ കണ്ടതിന് ശേഷം ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. അഹമ്മദിയത്ത് ഇപ്പോൾ ഒരു ചെറിയ സംഘത്തിന്റെ പേരല്ല, മറിച്ച് അതൊരു ആഗോള ജമാഅത്താണ്. കാലത്തിന്റെ ഖലീഫ സ്ത്രീകളുടെയും മറ്റുള്ളവരുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ വിവരിച്ചപ്പോൾ സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി. ഞങ്ങളുടെ സ്ത്രീകളെ കണക്കിൽപ്പെടുത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ കണ്ടതും കേട്ടതുമെല്ലാം തിരിച്ചു ചെന്ന് മറ്റ് സഹോദരങ്ങളുടെ ഈമാൻ ബലപ്പെടുത്തുന്നതിനും ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയും അവർക്കും ഈ കാര്യങ്ങളൊക്കെ പകർന്നു നൽകുന്നതായിരിക്കും. മലേഷ്യയിലെ ഒരു പുതിയ അഹമ്മദി റുസ്ലി ബിൻ മൊപ്പോ സൂലി സാഹിബ് പറയുന്നു, ജൽസസാലാന UK കണ്ട് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. അവൻ എനിക്ക് ജമാഅത്തെ അഹമ്മദിയിൽ ചേരുവാനും കാലത്തിന്റെ ഇമാമിനെ തിരിച്ചറിയുവാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. ഞാൻ UK ഉള്ളത്. എന്നിരുന്നാലും എനിക്ക് കാലത്തിന്റെ ഖലീഫയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനുമുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ജമാഅത്തെ അഹമ്മദിയയിൽ ഞാൻ ചേർന്നില്ലായിരുന്നു എങ്കിൽ ഈ അനുഗ്രഹങ്ങളിൽ നിന്നും ഞാൻ വിദൂരസ്ഥനാവുമായിരുന്നു. ഖിലാഫത്തിന് ഞാൻ എപ്പോഴും വിശ്വസ്തനും അനുസരണയുള്ളവനുമായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു. ബ്രസീലിലെ പെഷീലി മർലിൻ സാഹിബ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ബൈഅത്ത് ചെയ്തത്. പറയുന്നു, എനിക്ക് ആദ്യമായിട്ടാണ് ജൽസ കാണാനുള്ള തൗഫീക്ക് ലഭിച്ചത്. ഭാഷ മനസ്സിലാവാതിരുന്നിട്ടും ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനും എനിക്ക് സാധിച്ചു. എനിക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് ഞാൻ നന്ദി പറയുകയാണ്. ഗിനി ബസാവുവിലെ മൊബല്ലിഗ് സാഹിബ് പഴുതുന്നു, ഗിനി ബസാവുവിലെ വിദൂരസ്ഥമായ ഒരു സ്ഥലത്തെ 4 പുതിയ അഹമ്മദി ലജനകൾ 8 കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന് തങ്ങളുടെ അടുത്ത ജമാഅത്തായ മസ്രയിലേക്ക് ജൽസസാലാന UK കാണുവാനായി പോയി. എൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം അവർ ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജമാഅത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് ഖലീഫയുടെ പ്രഭാഷണം കേട്ടതിന് ശേഷമാണ് മുമ്പ് ഞങ്ങൾ എത്ര വലിയ അനുഗ്രഹത്തിൽ നിന്നാണ് അകന്നിരുന്നത് എന്ന് മനസ്സിലായത്. ഇന്ന് അഹമ്മദിയത്തിലുള്ള തങ്ങളുടെ വിശ്വാസം 100% പൂർത്തിയായിരിക്കുന്നു. ഇനി എപ്പോഴും കാലത്തിന്റെ ഖലീഫയുടെ ഖുതുബ കേൾക്കാൻ ഞങ്ങൾ വരുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് അള്ളാഹു വരുത്തുന്നത്. ഗ്യാനയിൽ നിന്നും ആളുകൾ ലൈവ് സ്ട്രീം വഴി ജൽസയിൽ പങ്കുകൊണ്ടു. ഒരു പുതിയ അഹമ്മദി മുസഫർ കയൂസി സാഹിബ് പറയുന്നു, എൻ്റെ ആദ്യ ജൽസയാണ് ഇത്. വളരെ മഹത്തായ ഒരു അനുഭവമായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് എൻ്റെ അഹമ്മദി സഹോദരങ്ങളുടെ കൂടെ ഖലീഫയെ കാണുകയും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുകയും ചെയ്തപ്പോൾ അത് എനിക്ക് വളരെ ഒരു നല്ല അനുഭവമായി തോന്നി. ഇതിനു മുമ്പ് ഞാൻ ഒരു മുസ്ലിം സ്ത്രീയെയും ഇത്ര മനോഹരമായി തിലാവത്ത് ചെയ്യുന്നത് കേട്ടിരുന്നില്ല. വീണ്ടും പറയുന്നു, നമ്മുടെ ജമാഅത്തിലെ സഹോദരങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജൽസ കേൾക്കാനായി ഒത്തുചേർന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഖിലാഫത്തിന്റെയും അഹമ്മദിയത്തിന്റെയും അനുഗ്രഹങ്ങളുടെ ഫലമായാണ്. അതുപോലെ ലോകത്തെ പല രാജ്യങ്ങളിലെ ജമാഅത്തുകളിൽ നിന്നും സഹോദരങ്ങൾ ജൽസയിൽ വിർച്വലി ഓൺലൈനായി പങ്കെടുത്തതായി കണ്ടതും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് അറിയുക പോലും ഇല്ലാത്ത പല രാജ്യങ്ങളും ഞാൻ കണ്ടു. അവിടെയൊക്കെ അഹമ്മദിയത്ത് എത്തിയിരിക്കുന്നു. സഹോദരങ്ങൾ ഒന്നു ചേർന്ന് ജൽസയ്ക്ക് വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്നതും ഞാൻ കണ്ടു. UK ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ തൻ്റെ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ജൽസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ കാറിൽ തന്നെ കിടന്നുറങ്ങുന്നു. ജനങ്ങൾ ത്യാഗസന്നദ്ധരാണെന്നും സൽക്കർമ്മികളാണെന്നും എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. പരസ്പരമുള്ള കടമകൾ എന്താണെന്ന് എനിക്ക് പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇത്തരത്തിലൊക്കെയാണ് ഇവർ ഇവിടെ തങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മൗറീഷ്യസിലെ ഒരു പുതിയ അഹമ്മദി സഫ്വാൻ സാഹിബ് ലൈവ് സ്ട്രീമിംഗ് വഴി ജൽസയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ആദ്യ അനുഭവമായിരുന്നു. അദ്ദേഹം പറയുന്നു, തീർച്ചയായും ഇത്തരത്തിൽ പങ്കെടുത്തതിനാൽ ഞാൻ ഖിലാഫത്തുമായി കൂടുതൽ അടുക്കുകയാണ്. ഖലീഫയുടെ ഓരോ വാക്കും എൻ്റെ മനസ്സിലാണ് വന്നു പതിച്ചത്. ജമാഅത്തിൽ ചേരുവാനുള്ള എൻ്റെ തീരുമാനത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. MTA പ്രോഗ്രാമുകൾ മൂലം
ഞാൻ മസീമുദ് അലി ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് ഇപ്പോൾ. ഓസ്ട്രേലിയയിൽ നിന്നും അഷ്റഫ് സിയ സാഹിബ് പറയുന്നു, ഡോണ ടീല സാഹിബ ഈ വർഷം ആദ്യമായാണ് ബയത്ത് ചെയ്തത്. ഈ വർഷം തുടക്കത്തിലാണ് ബയത്ത് ചെയ്തത്. അവർ പറയുന്നു, ഖലീഫ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ആവേശമുളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. തീർച്ചയായും ഇസ്ലാം ജീവിതം പ്രദാനം ചെയ്യുന്ന സത്യമാർഗമാകുന്നു. എൻ്റെ ജീവിതവും മെല്ലെ മെല്ലെ മാറുകയാണ്. അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് ഞാൻ നന്ദി പറയുകയാണ്. ഇവർ ഓസ്ട്രേലിയക്കാരിയാണ്. ജൽസയിൽ പങ്കെടുത്തതിന് ശേഷം അഹമ്മദിയത്ത് സ്വീകരിച്ചതിൻ്റെ ധാരാളം സംഭവങ്ങളുണ്ട്. ഐവറി കോസ്റ്റിൽ നിന്നും ഒരു അനഹമ്മദി സഹോദരൻ ഹുസൈൻ സാഹിബ് പറയുന്നു, ജൽസയുടെ 3 ദിവസങ്ങളിലെയും പ്രോഗ്രാമുകൾ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. വളരെയധികം ഈമാൻ വർദ്ധകമായിരുന്നു അതൊക്കെ. പറയുന്നു, കളവിന് അധികം ആയുസില്ല, അത് സ്വയം തന്നെ മരിച്ചു പോകുന്നു, എന്നാൽ സത്യം എന്നെന്നും നിലനിൽക്കുന്നു. ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ദൈനംദിന വളർച്ച സ്വയം അതിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു തെളിവാണ്. പറയുന്നു, ജൽസ അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചു പേര് ഒരു റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപരിചിതനായ ഒരു വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ സംസാരം കേട്ടപ്പോൾ, ഇന്ന് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജമാഅത്ത് ഉണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ഇത്രയും പറഞ്ഞ് ആ അപരിചിതൻ പോയി. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് വാക്കാൽ മാത്രമല്ല കർമ്മപരമായും യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ആണെന്ന ഞങ്ങളുടെ സംസാരത്തെ ആ വ്യക്തി സത്യപ്പെടുത്തി. ഇതിനുശേഷം ഹുസൈൻ സാഹിബ് നമ്മുടെ മൗലം സാഹിബിനെ കാണുകയും ഞാൻ ബയത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഇനിയും കൂടുതൽ കാലം ഈ സത്യത്തിൽ നിന്നും അകന്നിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തു. കോങ്ക ബ്രാസേൽ എന്ന സ്ഥലത്തെ മുബലിക് ഇൻചാർജ് പറയുന്നു, ഗമോ എന്ന സ്ഥലത്ത് ഒരു ജമാഅത്തിൽ 3 ദിവസവും ജൽസയുടെ പ്രോഗ്രാമുകൾ ലൈവായി ടിവിയിലും റേഡിയോയിലും കാണിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഈ പ്രദേശത്ത് വെറും ഒരു TV സ്റ്റേഷൻ മാത്രമാണുള്ളത്. അതിൽ നമ്മുടെ ജൽസയുടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശ കണക്കനുസരിച്ച് 4000 പേരെങ്കിലും നമ്മുടെ ജൽസ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്. ഗമോയുടെ അടുത്ത പ്രദേശങ്ങളിലെ 3 ജമാഅത്തുകളും റേഡിയോ മുഖേന ജൽസയിൽ പങ്കെടുത്തു. ഈ പ്രദേശങ്ങളിൽ കറണ്ടിന്റെ സൗകര്യമില്ല, അതുകൊണ്ട് ജനങ്ങൾ റേഡിയോയിലാണ് ജൽസ കേൾക്കുന്നത്. എൻ്റെ പ്രഭാഷണങ്ങളുടെ തർജ്ജമ ലോക്കൽ ഭാഷയായ ലിംഗാലയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതും അവർ കേൾക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു, വിജയപ്രദമായ പ്രോഗ്രാം ആയിരുന്നു എന്ന് ജമാഅത്തിലുള്ളവരും അതുപോലെ മറ്റുള്ളവരും ഒരുപോലെ അഭിപ്രായപ്പെടുകയുണ്ടായി. 3 ദിവസവും എല്ലാ തരത്തിലും ജൽസയുടെ അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ജൽസയിൽ തയ്യാറാക്കുന്ന വിധം ഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. ജൽസയുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 12 വ്യക്തികൾക്ക് ബയത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഗിനി ബസാവിലെ മുബല്ലിഗ് എഴുതുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചവർ സ്വന്തം പ്രദേശത്തുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും ധാരാളമായി തബ്ലീഗ് ചെയ്യുന്നു. ജൽസ സാലാന UK അനുഗ്രഹീത അവസരത്തിൽ ജൽസയുടെ പ്രോഗ്രാമുകൾ കേൾക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ പുതുതായി ബയ്യത്ത് ചെയ്ത സഹോദരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പ്രത്യേകമായി ക്ഷണിച്ചു. പറയുന്നു, ജനങ്ങൾ 18 കിലോമീറ്ററും 30 കിലോമീറ്ററും എല്ലാം സൈക്കിൾ ഓടിച്ച് ജൽസ കേൾക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു. നടന്നു വന്നവരും ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം പേരും ആദ്യത്തെ ദിവസത്തെ പ്രഭാഷണം കേൾക്കാനുള്ള ഉദ്ദേശത്തിലാണ് വന്നിരുന്നത്. എന്നാൽ അവർ എൻ്റെ ആദ്യ ദിവസത്തെ പ്രഭാഷണം കേട്ടപ്പോൾ അവർ തങ്ങളുടെ തീരുമാനം മാറ്റുകയും അടുത്ത 3 ദിവസവും അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 3-ാം ദിവസത്തെ സമാപന പ്രഭാഷണം കേട്ടപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, താങ്കളുടെ ഖലീഫ ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നു. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാം തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ഈ അവസരത്തിൽ 127 സ്ത്രീ പുരുഷന്മാർ അഹമ്മദിയത്ത് സ്വീകരിച്ചു. കൂട്ടബയത്ത് അവർ നടത്തുകയുണ്ടായി. കോങ്കോയിൽ നിന്നും മൗലം ഇബ്രാഹിം സാഹിബ് പറയുന്നു, ഒരു ക്രൈസ്തവ സഹോദരൻ മൂഗ് നെഗാചീമി സാഹിബിനെ ജൽസ കാണാൻ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം തൻ്റെ ഭാര്യയുമായി ജൽസ കാണാൻ വന്നു. ജൽസയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ ഭാര്യയോടായി പറഞ്ഞു, ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമുക്ക് എവിടെ നിന്ന് ലഭിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ക്രിസ്തുമതത്തിൽ പാഴാക്കിയിരിക്കുന്നു. ഇവിടെ നാം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സ്വായത്തമാക്കിയ കാര്യങ്ങൾ ക്രിസ്തു മതത്തിൽ മുഴുവൻ ജീവിതം കഴിച്ചു കൂട്ടിയാലും നമുക്ക് സ്വായത്തമാക്കാൻ സാധ്യമല്ല. നാം ഇവരുടെ കൂടെ ചേരുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. അങ്ങനെ ഭർത്താവും ഭാര്യയും കുട്ടികളും ബയത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഗിനി ബസാവിലെ മുബലിഗ് ഇൻചാർജ് സാഹിബ് എഴുതുന്നു, ഗിനി ബസാവിലെ ബാഫ്റ്റ റീജിയനിലെ ഒരു അനഹമ്മദി സഹോദരൻ കംബാജാവു സാഹിബ് ജൽസ സാലാന UK 3 ദിവസത്തെയും പ്രോഗ്രാമുകൾ കേൾക്കുകയുണ്ടായി. എൻ്റെ പ്രഭാഷണങ്ങളും കേട്ടു. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടു, ഇസ്ലാമിന് ഈ സമയത്ത് ഒരു ലീഡറുടെ ആവശ്യമുണ്ട്, നേതാവിൻ്റെ ആവശ്യമുണ്ട്. ആ നേതാവ് ഇപ്പോൾ ജമാഅത്തെ അഹമ്മദിയുടെ പക്കൽ ഖലീഫയുടെ രൂപത്തിലുണ്ട്. ഇതിൽ മാത്രമാണ് മുഴുവൻ ഇസ്ലാമിക ലോകത്തിനും ഐക്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം ജൽസ അവസാനിച്ചതും ബയത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. കോങ്കോ ബ്രാസീലിൽ
നിന്നും ഒരു ക്രൈസ്തവ സഹോദരൻ അങ്കുത്താനി സാഹിബ് പറയുന്നു, ഞാൻ ഒരിക്കൽ പോലും ഒരു മതത്തിലും താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നില്ല. എന്തെന്നാൽ മതവുമായി ബന്ധപ്പെട്ടവർ സ്വാത്വികർ അല്ല എന്നാണ് ക്രൈസ്തവ മതത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സഹോദരൻ മുന്നേ തന്നെ ജമാത്തിൽ പ്രവേശിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ജൽസ കാണാൻ ക്ഷണിച്ചത് പ്രകാരമാണ് ഞാൻ ജൽസ കാണാൻ വന്നത്. ജൽസ കേൾക്കുന്തോറും എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മതത്തോട് താല്പര്യം ജനിക്കുകയും ചെയ്തു. ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കേട്ട് ആദ്യമായി മതം സത്യമാണ് എന്ന് എൻ്റെ ഹൃദയം മന്ത്രിക്കുകയുണ്ടായി. സത്യമതത്തിൽ ഹൃദയങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇസ്ലാം അഹമ്മദീയത്തിൻ്റെ മതമായി സ്വീകരിക്കുകയാണ്. നൈജറിലെ ഒരു അനഹമ്മദി സഹോദരൻ ജൽസ കേൾക്കുകയും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുകയും ചെയ്തു. പറഞ്ഞു, ജൽസയുടെ പ്രോഗ്രാമിൽ കേട്ട് ഞാൻ വളരെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ തേടി അലഞ്ഞുകൊണ്ടിരുന്ന സത്യം എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സെനഗാലിൽ നിന്നും മുസഫർ ഇക്ബാൽ സാഹിബ് പറയുന്നു, അംബൂർ റീജിയണിൽ ജൽസയുടെ 3 ദിവസവും എൻ്റെ പ്രഭാഷണങ്ങൾ 4 റേഡിയോ സ്റ്റേഷൻ വഴിയും 1 TV സ്റ്റേഷൻ വഴിയും ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു. റേഡിയോ സ്റ്റേഷനിലെ ഹോസ്റ്റ് ഈ പ്രഭാഷണങ്ങൾ കേട്ട് അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഇദ്ദേഹം നല്ല വിദ്യാസമ്പന്നനും പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ സ്വീകാര്യതയുള്ള വ്യക്തിയുമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ജമാഅത്തിനെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിരുന്നു. എന്നാൽ ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ പ്രഭാഷണം ശ്രവിച്ചതിന് ശേഷം സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ജമാഅത്തിൽ പ്രവേശിക്കുന്നു. അന്ന് തന്നെ അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. കാമറൂണിലെ മർവയിലെ ഒരു ലോക്കൽ ഇമാം പറയുന്നു, ജൽസയിലെ ഏറ്റവും സ്പെഷ്യലായ കാര്യം, ഏറ്റവും പ്രത്യേകമായ സംഗതി ജമാഅത്തിലെ ഇമാമിൻ്റെ പ്രഭാഷണങ്ങളാണ്. ജമാഅത്തിൻ്റെ ഖലീഫ എല്ലാ കാര്യങ്ങളും ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് പറയുന്നത്. എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു. തീർച്ചയായും ഈ ജമാഅത്തും ഖലീഫയും അള്ളാഹുവിൽ നിന്നുള്ളവരാണ്. എൻ്റെ മനസ്സ് തൃപ്തി നേടിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹവും തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. നീതിയോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവർ ഉലമാക്കളിലുമുണ്ട്. സത്യഹൃദയത്തോടെ നോക്കിക്കാണുന്നവരും സ്വീകരിക്കുന്നവരും ഇവരിലുണ്ട്. മാലിയിലും അനഹമ്മദി വ്യക്തികൾ ജൽസയിൽ പങ്കെടുത്തു. ജമാഅത്തി റേഡിയോയിൽ ജൽസയുടെ മുമ്പും ശേഷവും ജൽസയെക്കുറിച്ച് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരുന്നു. ജൽസയെക്കുറിച്ച് എല്ലാ ദിവസവും റേഡിയോയിൽ അറിയിപ്പുകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ഇരുന്നു. പറയുന്നു, ഞങ്ങൾ എല്ലാവരെയും മിഷനിൽ വന്ന് ജൽസ കാണാനായി ക്ഷണിച്ചു. അങ്ങനെ ജൽസയുടെ ദിവസങ്ങളിൽ അഹമ്മദി സഹോദരങ്ങളെ കൂടാതെ അനഹമ്മദി വ്യക്തികളും ജൽസയുടെ പ്രോഗ്രാമുകൾ കാണാൻ മിഷനിൽ വന്നു ചേർന്നു. ജൽസയുടെ സമാപന ദിവസം 4 പേര് ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഈ വ്യക്തികൾ വിദ്യാസമ്പന്നരായിരുന്നു. അവർ പറയുന്നു, ഞങ്ങൾ വളരെ കാലമായി കായി നഗരത്തിൽ റേഡിയോ പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് അഹമ്മദത്തിൽ താല്പര്യമുണ്ടായിരുന്നു. റേഡിയോയിൽ ജൽസയെക്കുറിച്ച് കേട്ടപ്പോൾ തീർച്ചയായും ഇവരുടെ ജൽസ കേൾക്കണമെന്ന് ഞങ്ങൾ വളരെ ജിജ്ഞാസയോടെ ആഗ്രഹിച്ചു. ജൽസ കേട്ടതിന് ശേഷം അവർ ഇപ്രകാരം പറഞ്ഞു, ഇസ്ലാമിന്റെ വളർച്ചയും വിജയവും അഹമ്മദിയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അഹമ്മദിയത്ത് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണെന്നാൽ മുസ്ലിങ്ങളുടെ മാർഗനിർദ്ദേശകനായി ഒരു ഖലീഫ ഉണ്ടാകുക അത്യാവശ്യമാണ്. ഈ കാലത്ത് ഇസ്ലാമിൽ ഖിലാഫത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അഹമ്മദിയ ഖിലാഫത്ത് മുഖേനയാണ്. അവർ തുടർന്ന് പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും അഹമ്മദികളാണെന്ന് മാത്രമല്ല, ഒരു അഹമ്മദി മാസം നൽകേണ്ട ചന്ത എത്രയാണ് എന്ന് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ദീനിന്റെ സേവനത്തിനായി ചന്തയും നൽകുന്നതാണ്. മാലിയിൽ അമീർ സാഹിബ് എഴുതുന്നു, കായ് റീജിയനിലെ മിഷൻ ഹൗസിൽ ജൽസ കാണുന്നതിനായി അനഹമ്മദി സഹോദരങ്ങൾ വന്നിരുന്നു. ജൽസയുടെ 3-ാം ദിവസം പഴയ കാലത്തെ ബൈഅത്തിന്റെ വളരെ വിശ്വാസവർദ്ധകമായ ദൃശ്യങ്ങൾ അടങ്ങിയ ഡോക്യുമെന്ററി കാണിക്കപ്പെട്ടപ്പോൾ വിദ്യാസമ്പന്നരായ അനഹമ്മദികൾ ബൈഅത്തിന്റെ നിബന്ധനകൾ എന്താണെന്ന് ചോദിച്ചു. ഇടവേളയുടെ സമയത്ത് മൗലവി സാഹിബ് പ്രാദേശിക ഭാഷയിൽ അവിടെ സന്നിഹിതരായിരുന്ന വ്യക്തികൾക്ക് ബൈഅത്തിന്റെ നിബന്ധനകൾ കേൾപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന അനഹമ്മദികൾ പറഞ്ഞു, ഇത് ഇസ്ലാമിന്റെ രത്നചുരുക്കമാണല്ലോ, സംഗ്രഹമാണല്ലോ. ഇതിൽ സാമൂഹിക ജീവിതം നയിക്കാനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തർക്കും വളരെ പ്രധാനവും നിർബന്ധവുമാണ്. അങ്ങനെ ജൽസയ്ക്ക് ശേഷം അവരെല്ലാവരും ബൈഅത്ത് ചെയ്തു. ഘാനയിൽ ലൈവ് സ്ട്രീമിംഗ് വഴി ജനങ്ങൾ ജൽസയിൽ ഭാഗമാക്കുകയുണ്ടായി. ബുസ്താനെ അഹമ്മദിന്റെ പച്ചപ്പുള്ള ചുറ്റുവട്ടത്തിൽ, ഹരിതാപമായ ചുറ്റുവട്ടത്തിൽ ജൽസ കാണാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. പറയുന്നു, വളരെ നല്ല അന്തരീക്ഷമായിരുന്നു. അന്തരീക്ഷം ആത്മീയത നിറഞ്ഞതായിരുന്നു. അവിടെ 2 വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിരുന്നു. സഹോദരന്മാർ ജൽസയുടെ പ്രോഗ്രാമുകൾ ലൈവായി തന്നെ കാണുന്നുണ്ടായിരുന്നു. 3 ദിവസങ്ങളിലും 2500-ലധികം സഹോദരങ്ങൾ ജൽസകൾ കാണുകയുണ്ടായി. ഖുമാസി അഹമ്മദിയ സെന്ററിലും വിപുലമായ രീതിയിൽ ജൽസ കാണാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ 3 ദിവസവും 2000-ലധികം പേർ പങ്കെടുക്കുകയുണ്ടായി. അപ്പർ വെസ്റ്റ് വായിൽ 12 പള്ളികളിൽ സംഘടിതമായ നിലയിൽ ജൽസസാനയുടെ പരിപാടികൾ കേൾക്കാനുള്ള സംവിധാനം ഒരുക്കിയുണ്ടായി. 14 സ്ഥലങ്ങളിൽ, അതുപോലെ ബാക്കി എല്ലാ റീജിയനുകളിലും സംവിധാനമുണ്ടായിരുന്നു. വാ പട്ടണത്തിൽ 12 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ റീജിയനുകളിലും 14 സ്ഥലങ്ങളിലായി കേന്ദ്രങ്ങളിലായി സംവിധാനമുണ്ടായിരുന്നു.
അതുപോലെ അവിടെ 2000-ലധികം പേർ സംഘടിതമായ നിലയിൽ ജൽസ ശ്രവിച്ചു. മറ്റ് ചാനലുകൾ മുഖേനയും കാണുകയുണ്ടായി. MTA-യുടെ മറ്റ് ചാനലുകൾ, MTA ആഫ്രിക്ക, MTA ഘാന, കൂടാതെ ജൽസയുടെ പ്രോഗ്രാമുകൾ ഘാനയിലുള്ള 3 വ്യത്യസ്ത TV ചാനലുകൾ മുഖേനയും കാണിക്കപ്പെടുന്നുണ്ടായിരുന്നു. യമനിൽ നിന്നും അക്രം സാഹിബ് പറയുന്നു, അലി അൽ കെഹലാനി എന്നാണ് പേര്. ഇന്ന് കാലത്തിൻ്റെ ഖലീഫ ഈ ജൽസ മുഖേനയും അതുപോലെ പ്രഭാഷണം മുഖേനയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ആത്മാവിനും ഒരു പുതുജീവൻ നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വറ്റി വരണ്ടിരുന്നു, എന്നാൽ അതിപ്പോൾ തിരിച്ചു വരികയുണ്ടായി. ഞങ്ങളുടെ ഹൃദയങ്ങൾ കഠോരമായി തീർന്നിരുന്നു, അതിപ്പോൾ മയപ്പെടുകയുണ്ടായി. കാലത്തിൻ്റെ ഖലീഫയുടെ രചനകളോടുള്ള പ്രഭാഷണം എല്ലാ സൊസൈറ്റിയും കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ സൊസൈറ്റിയും 100% നല്ല നിലയിലായിത്തീരുന്നതാണ്. അതുപോലെ അവസാന ദിവസത്തെ ജൽസയുടെ പ്രഭാഷണം ജൽസയുടെ എല്ലാ സംവിധാനങ്ങളെയും കൂടുതൽ ശോഭ വർദ്ധിപ്പിക്കുന്ന നിലയിലുള്ളതായിരുന്നു. അതുപോലെ ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിന് ലോകത്ത് സമാനതകൾ കാണാൻ സാധിക്കുകയില്ല. എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിളയാടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അവനാണ് ഈ ജമാഅത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. യമനിൽ നിന്നും യാമിർ അലി സാഹിബ് പറയുന്നു, ജൽസയുടെ 3 ദിവസവും ഞങ്ങൾക്ക് ഈദായിരുന്നു, പെരുന്നാളായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതായി കണ്ടു. ഹസരത്ത് മസീഹ് ഇസ്ലാമിനോട് അവൻ്റെ വാഗ്ദാനങ്ങൾ പുലരുന്നതായി ഞങ്ങൾ കണ്ടു. ജൽസ മുഖേന ഞങ്ങൾക്ക് അഹമ്മദിയ ഖിലാഫത്തിനോടുള്ള ഈമാൻ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നു. കാരണം അള്ളാഹുവിൻ്റെ സഹായ സഹകരണങ്ങൾ അഹമ്മദിയ ഖലീഫയോടൊപ്പം ഉള്ളതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഖിലാഫത്തില്ലെങ്കിൽ വെറും അന്ധകാരമാണ് ലോകത്ത് ബാക്കിയുണ്ടാകുക, മറ്റൊന്നും നിലനിൽക്കുന്നതല്ല. ഞങ്ങൾക്ക് നേരിട്ട് ഭൗതികമായ നിലയിൽ ജൽസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ഹൃദയം താങ്കളോടൊപ്പമായിരുന്നു. ഞങ്ങൾ ജൽസയുടെ ആത്മീയമായ പരിശുദ്ധമായ അന്തരീക്ഷത്തെ എത്രത്തോളം അനുഭവിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പറയുന്നു, ഞങ്ങൾ താങ്കളെ കണ്ടും താങ്കളുടെ ഉപദേശങ്ങൾ ശ്രവിച്ചും എത്രത്തോളം വികാരഭരിതരായി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അത് പ്രഭാവം ചെലുത്തുകയുണ്ടായി. താങ്കളുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫലം എടുത്തു. അത് മുഖേന എനിക്ക് എൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയുണ്ടായി. ഒരുപാട് തെറ്റുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. അവയെക്കുറിച്ച് ഞാൻ അശ്രദ്ധനായിരുന്നു. പറയുന്നു, വിവിധ രാജ്യങ്ങളിൽ ഉള്ള അഹമ്മദികൾ എല്ലാവരും ഒരുമിച്ച് ജൽസയിൽ പങ്കെടുത്ത ആ ദൃശ്യം എൻ്റെ ഹൃദയത്തിൽ ഒരു നമ്പരം ഉളവാക്കുകയുണ്ടായി. അള്ളാഹു പെട്ടെന്ന് തന്നെ യമനിലും അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇവിടെ എല്ലാവർക്കും ഒത്തുകൂടി ജൽസയിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയുണ്ടായി. ഉർദനിൽ നിന്ന് ഹാമിദ് സാഹിബ് പറയുന്നു, എല്ലാ വർഷവും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പ്രവചനങ്ങൾ സത്യമായി പുലരുന്നതിന് സാക്ഷികളായിട്ടാണ് ജൽസയിൽ പങ്കെടുക്കുന്നത്. ഈ വർഷവും ഉള്ള ജൽസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റും MTA മുഖേന ലോകത്തുള്ള അഹമ്മദികൾ എല്ലാവരും വളരെ വലിയ തോതിൽ തന്നെ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അല്ലാഹു എല്ലാ തരത്തിലുള്ള സാഹചര്യത്തിലും ജമാഅത്തിനെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു സത്യ ജമാഅത്താണ്. ഈ വർഷവും ജൽസയിൽ കാലത്തിൻ്റെ ഖലീഫയുടെ സാന്നിധ്യം ഒരു ആത്മീയമായ കഷ്ഫായി, ദിവ്യദർശനമായി, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരു സ്വർഗ പൂങ്കാവനമായാണ് ഞാൻ ഉപമിക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ ഈ 3 ദിവസവും ഭുജിക്കുകയുണ്ടായി. സത്യ ഇസ്ലാമിൻ്റെ തബ്ലീഗിന് വേണ്ടി ആത്മീയ അന്തരീക്ഷത്തിൽ ഒരു കൂടാരം പണിതിരിക്കുന്നു, അതിന് കീഴിലാണ് എല്ലാവരും ഉള്ളത് എന്ന ഒരു അനുഭൂതി ഞങ്ങൾക്കുണ്ടാകുകയുണ്ടായി. സിറിയയിൽ നിന്ന് മുഹമ്മദ് ബദർ സാഹിബ് പറയുന്നു, ജൽസയിൽ അഹമ്മദി മുസ്ലിങ്ങൾ വർണ്ണ വംശ സംസ്കാര ഭേദമന്യേ കാലത്തിൻ്റെ ഖലീഫയുടെ നേതൃത്വത്തിൽ ജമാഅത്തിൻ്റെ പതാകയ്ക്ക് കീഴെ ഐക്യതയോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പിന്നെ പറയുന്നു, അള്ളാഹുവിൻ്റെ വചനവും ഇവിടെ പുലരുകയുണ്ടായി. അതായത് ഭൂമുഖത്തുള്ള എല്ലാ ഖജനാവുകളും ചിലവാക്കിയാലും നിനക്ക് അവരുടെ ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർക്കാനാകുകയില്ല. അത് ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അവനാണ് അവരുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഖുർആനിലുള്ള ഒരു ആയത്താണിത്. ഇത് ഞങ്ങൾക്ക് മേലുള്ള അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. പറയുന്നു, ജൽസയിൽ പങ്കെടുത്ത എല്ലാവരുടെയും മുഖത്ത് നിന്നും പരസ്പര സ്നേഹത്തിൻ്റെ വികാരങ്ങൾ സ്ഫുരിക്കുന്നുണ്ടായിരുന്നു. പറയുന്നു, ജൽസയിൽ ഞങ്ങൾക്ക് വലിയ തോതിൽ
മനസമാധാനവും ശാന്തിയും അനുഭവപ്പെട്ടു. എല്ലാ അഹമ്മദികളും തങ്ങളുടെ ആത്മീയ നേതാവിൻ്റെ പ്രഭാവത്തിന് കീഴിൽ ഒരു മരുഭൂമിയുടെ ഒത്ത നടുവിലുള്ള ഒരു ആത്മീയ ഈന്തപ്പന തോട്ടത്തിൽ ആണ് ഉള്ളത് എന്ന ഒരു പ്രതീതി ഉണ്ടായി. അവിടെ ശാന്തി സമാധാനം മാത്രമാണ് എല്ലാ ഭാഗത്തും അനുഭവിക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് എൻ്റെ ഒരുപാട് കുറവുകളെ കുറിച്ച് ബോധം ഉണ്ടായി അത് മുഖേന. അതുപോലെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്തണം, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന ചിന്തയുമുണ്ടായി. തഖ്വയുടെ ഉന്നതമായ നിലവാരങ്ങൾ നേടണമെന്ന് ബോധമുണ്ടായി. ദുനിയാവിന് മേൽ മുന്തിക്കണം. അതുപോലെ ദാമ്പത്യ ജീവിതം വളരെ മികച്ച നിലയിലാക്കി തീർക്കാൻ വേണ്ടി ഭാര്യമാരോട് സ്നേഹത്തോടും സൗമ്യമായും പെരുമാറണം എന്നും എനിക്ക് മനസ്സിലായി. ജർമ്മനിയിൽ നിന്ന് അബ്ദുറഹ്മാൻ സാഹിബ് ലബ്നാനി പറയുന്നു, ഞാൻ ബെർലിനിലുള്ള മസ്ജിദിൽ അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങളോടൊപ്പം 3 ദിവസവും ജൽസയുടെ എല്ലാ പരിപാടികളും കേൾക്കുകയുണ്ടായി. ജൽസയുടെ ആത്മീയ അന്തരീക്ഷം എനിക്ക് അനുഭവവേദ്യമായി. ജൽസയിൽ നിന്നും ഞങ്ങൾ ഒരുപാട് ഫലമെടുത്തു. ഞങ്ങൾക്ക് ഏതൊരു ആത്മീയതയുടെ കുറവായിരുന്നു അനുഭവപ്പെട്ടത്, അത് തിരികെ ലഭിച്ചതായി തോന്നി. ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഉമർ സാഹിബ് പറയുന്നു, എൻ്റെ ആഗ്രഹം ജലസ ദിവസവും നടക്കണമെന്നാണ്. അങ്ങനെ ആയാൽ ഞങ്ങളെല്ലാവരും അമ്പ്യാക്കളെയും ഔലിയാക്കളെയും പോലെ ആയിത്തീരുന്നതായിരിക്കും. ഇത് വളരെ ഒരു വ്യത്യസ്തമായ അനുഭൂതിയായിരുന്നു. എല്ലാ സഹോദരന്മാരും ഒരുമിച്ചിരുന്ന് ജൽസ കാണുകയുണ്ടായി. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷമായിരുന്നു. റിസ്വാൻ ഷാഹിദ് സാഹിബ് ഐവറി കോസ്റ്റിൽ നിന്നും എഴുതുന്നു, മാഷേറിലെ ജമാഅത്തിലെ സദർ ആന്ധ്രേ സാഹിബ് പറഞ്ഞു, ജൽസയിൽ നിന്നും എല്ലാവരും പ്രഭാവിതരായ ഒരു ദൃശ്യം, അഹമ്മദികൾ എല്ലാവരും തന്നെ, ലോക അഹമ്മദികൾ എല്ലാവരും തന്നെ ഖിലാഫത്തിൻ്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടുകയും കാലത്തിൻ്റെ ഖലീഫയോടുള്ള അനുസരണത്തിൽ മുഴുകിയിരിക്കുന്നതും കണ്ട ആ ദൃശ്യമായിരുന്നു. ചില രാജ്യങ്ങളിൽ പകലായിരുന്നെങ്കിൽ ചില ഇടങ്ങളിൽ അത് അർദ്ധരാത്രി സമയമായിരുന്നു. എല്ലാവരും കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി പൂർണ്ണമായും തയ്യാറെടുപ്പുകളോടെ ഇരിക്കുകയുണ്ടായി. അവർ തങ്ങളുടെ ഈമാന് പുത്തൻ ഉണർവ് നൽകാനുള്ള കാര്യങ്ങൾ അതിൽ നിന്നും നേടുകയുണ്ടായി. കിർഗിസ്ഥാനിൽ നിന്നും നാഷണൽ പ്രസിഡന്റ് ഇലിയാസ് കുർബാത്തോഫ് സാഹിബ് പറയുന്നു, ജൽസയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രസംഗങ്ങൾ കേട്ട് എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എൻ്റെ കണ്ണുകളിൽ നിന്നും അനിയന്ത്രിതമായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ജൽസ യൂട്യൂബിൽ കാണുകയുണ്ടായി. എനിക്ക് യൂട്യൂബിൽ എൻ്റെ സഹോദരന്മാർ കമൻറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം ജൽസ മുബാറക്കും അതുപോലെ തന്നെ സലാം ചൊല്ലുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. അവർ വ്യത്യസ്ത രാജ്യങ്ങളിലും വ്യത്യസ്ത ജനതകളിലും പെട്ട ആളുകളാണ്. ചിലർ റഷ്യൻ, യുക്രൈനി, ആർമീനി, താത്താരി, കസാക്കി, കിർഗിസി തുടങ്ങിയവരാണ് അവർ. ഈ ഒരു ദൃശ്യം വളരെയധികം ആത്മീയമായ ഉത്കർഷത്തിനുള്ള ഒരു ദൃശ്യമായിരുന്നു. നൈജീരിയയിലുള്ള അഹമ്മദി സഹോദരൻ സുലൈമാൻ സാഹിബ് പറയുന്നു, കാലത്തിൻ്റെ ഖലീഫയുടെ തത്സമയ പ്രഭാഷണം ഖുതുബ ഞങ്ങളുടെ മാതൃഭാഷയായ ഹൗസയിൽ കേട്ടത് ഒരു വലിയ സൗഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. പറയുന്നു, MTA 5-ൽ ഹൗസ ഭാഷ ആഡ് ചെയ്തത് ഞങ്ങളുടെ ജലസയെ വളരെയധികം ശോഭ കൂട്ടിയതാക്കി. ഞങ്ങൾക്ക് ജലസയും ഈദും ഒരുമിച്ചായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, കാലത്തിൻ്റെ ഖലീഫയുടെ വാക്കുകൾ ഹൗസ ഭാഷയിൽ കേൾക്കുന്നത് ഒരു ലക്ഷറിയാണ്, ഒരു വലിയ ആഡംബരമാണത്. അതിൻ്റെ അനുഭൂതി എന്താണെന്ന് ഹൗസ ഭാഷക്കാർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇത്തവണ ആദ്യമായാണ് ഹൗസ ഭാഷയിൽ തത്സമയം പ്രഭാഷണം തർജ്ജമ ചെയ്യപ്പെട്ടത്. ഇന്തോനേഷ്യയിൽ നിന്നും ഒരു ജമാഅത്തിലുള്ള ഒരു സഹോദരൻ സൂത്യൂനു സാഹിബ് പറയുന്നു, ജൽസ കേൾക്കുകയും കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണം കേൾക്കുകയും ചെയ്തതിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും ഖിലാഫത്തിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പുതിയ ആത്മാവ് ഉണ്ടാകുകയുണ്ടായി. ഞങ്ങൾ മനുഷ്യൻ്റെ പരസ്പര സഹോദര്യത്തിൻ്റെ ഒരു ഉയർന്ന മാതൃക അവിടെ കാണുകയുണ്ടായി. അത് ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല. ഖിലാഫത്ത് ശരിക്കും വംശ വർണ്ണ വ്യത്യാസമന്യേ മനുഷ്യരുടെ ഇടയിൽ പരസ്പര സ്നേഹവും പരസ്പര ശാന്തിയും നിലനിർത്തുന്നതിനുള്ള ഒരു ഏക ഘടകമാണ്.
എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ആതിഫ് സായിദ് സാഹിബ് പറയുന്നു, തത്സമയ സംപ്രേഷണം രാത്രി 12 മണിക്ക്, രാത്രി 12:50 തുടങ്ങിയത്. ഉദ്ഘാടന പ്രഭാഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് കൂടി ജനങ്ങളെല്ലാവരും വളരെ ശാന്തിയോടെ അച്ചടക്കത്തോടു കൂടി ജൽസയുടെ എല്ലാ പരിപാടികളും സംഘടിതമായ നിലയിൽ അവിടെ വന്നുകൊണ്ട് കാണുകയുണ്ടായി. ഒരു വ്യക്തി തൻ്റെ മകനെയും കൂട്ടി വന്നിരിക്കുകയായിരുന്നു. ഖുതുബ കേൾക്കാൻ വേണ്ടി വന്നതായിരുന്നു. 10:30 മണിയായിരുന്നു ഖുതുബ കഴിയുമ്പോൾ തന്നെ. അപ്പോൾ തൻ്റെ മകനോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ആ മകൻ പറഞ്ഞു, ഇല്ല, ഞാനും ഇവിടെ നിന്ന് പരിപാടികൾ കാണുന്നതാണ്, പ്രഭാഷണം കേൾക്കുന്നതാണ്. രാത്രി അവിടെ തന്നെ ആ കുട്ടി ഇരിക്കുകയുണ്ടായി. പറയുന്നു, ജൽസയുടെ അവസാനത്തെ സെഷനിലുള്ള സമാപന പ്രവേശനം രാത്രി വളരെ വൈകിയായിരുന്നു തുടങ്ങാനിരുന്നത്. അടുത്ത ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പള്ളിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് അംഗങ്ങൾ വളരെ വിപുലമായ നിലയിൽ സമാപന പ്രഭാഷണം കേൾക്കാനായി വരികയും മാത്രമല്ല ഉദ്ഘാടന സെഷനിനേക്കാൾ കൂടുതൽ സമാപന സെഷനിൽ പങ്കെടുത്തവരുടെ എണ്ണം ഉള്ളതായും കാണപ്പെട്ടു. ബ്രസീലിൽ നിന്നും ഇബ്രാഹിം സാഹിബ്, ഇദ്ദേഹം ഗിനി ബസാവ് സ്വദേശിയാണ്, പറയുന്നു, ഞാൻ വിദ്യാഭ്യാസാർത്ഥം പഠനാർത്ഥം ബ്രസീലിൽ പോയതായിരുന്നു. ഒരു കാര്യം പ്രത്യേകമായ നിലയിൽ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാനത് പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഖിലാഫത്ത് വ്യവസ്ഥിതിയാണ്. അതിൻ്റെ കീഴിൽ ഒരേ സമയത്ത് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഒത്തൊരുമയോടുകൂടി ജൽസയുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും പരിപാടികളൊക്കെ കാണുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. ജമാഅത്തെ അഹമ്മദിയ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിനിധിയായ ജമാഅത്താണ്, ഇസ്ലാമിനെ പ്രാതിനിധ്യം ചെയ്യുന്ന ജമാഅത്താണ് എന്നതാണ് ഇതിൽ നിന്നും തെളിയുന്നത്. ഇമാം മഹ്ദി വന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐക്യതയും അഖണ്ഡതയും ഒരിക്കലും സാധ്യമല്ല. ജൽസ മുഖേന എനിക്ക് എൻ്റെ അറിവിൽ ഒരുപാട് വർധന ലഭിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ജമാഅത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ അള്ളാഹുവിനും നന്ദി അറിയിക്കുകയാണ്. കിർഗിസ്ഥാനിൽ നിന്നും അതാ ഖാനു വാദി ലിയാറ സാഹിബ് ആണെന്ന് തോന്നുന്നു, പറയുന്നു, പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എത്ര രസകരമായ കാര്യമാണ്. കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ ഒരു വ്യക്തി മറ്റൊരു ലോകത്തിലേക്ക് തന്നെ, ആത്മീയമായ ലോകത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുന്നതാണ്. ആ ലോകത്ത് ഇസ്ലാമിൻ്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം എന്ന പോലെ കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയുണ്ടായി. പ്രത്യേകമായ നിലയിൽ കാലത്തിൻ്റെ ഖലീഫയുടെ ലജ്നയോടുള്ള പ്രഭാഷണം ശ്രവിച്ചു. അതിൽ ഇസ്ലാമിൽ സ്ത്രീക്കുള്ള അവകാശങ്ങൾ വിവരിക്കുകയുണ്ടായി. പ്രഭാഷണങ്ങൾ കേട്ടതിന് ശേഷം അള്ളാഹു ഇതിന് മുമ്പിൽ കൂടുതൽ കുനിയാനാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞങ്ങൾ സ്ത്രീകളെ അള്ളാഹു എത്രമാത്രം സുരക്ഷിതരാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയുണ്ടായി. പറയുന്നു, പ്രഭാഷണങ്ങൾ കേട്ട് ഞങ്ങൾ വളരെയധികം വികാരഭരിതരായി തീരുകയുണ്ടായി. ഗുവാഹട്ടിമാലയിൽ നിന്നും ബൈരൻ സാഹിബ് പറയുന്നു, എനിക്ക് ജൽസയുടെ ദിവസം പ്രത്യേക ദിവസമായിരുന്നു. അത് ഒരു മോചിതത്തിനേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല. കാരണം ജൽസയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഗുവാഹട്ടിമാലയിലെ ജമാഅത്ത് അംഗങ്ങൾ ഒരുപാട് പേർ കൊറോണ വൈറസ് ബാധിച്ചുകൊണ്ട് രോഗികളായിരുന്നു. കുറച്ച് പേരുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. എന്നാൽ ഗുവാഹട്ടിമാലയിൽ ഇന്ന് എല്ലാവരും ജമാഅത്ത് അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജൽസ കേൾക്കുകയാണ്. ഒരു അംഗവും രോഗിയായിട്ടില്ല. ഞാൻ ക്രിസ്ത്യാനി ആയപ്പോൾ എനിക്ക് മോചിതത്തിനെ കുറിച്ച്, ദിവ്യാത്ഭുതങ്ങളെക്കുറിച്ച് വിചിത്രമായ സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ജമാഅത്ത് അഹമ്മദിയിൽ പ്രവേശിച്ചതിന് ശേഷം എനിക്ക് മോചിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി. യഥാർത്ഥ മോചിതത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നല്ല പരിവർത്തനം ഉണ്ടാക്കുക എന്നതാണ്. ഒരു വർഷം മുമ്പ് ഞാൻ പള്ളിയിൽ ഒറ്റക്കായിരുന്നു വന്നിരുന്നത്. എന്നാൽ എൻ്റെ കുടുംബം ഈ പള്ളിയിൽ വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത് അസാധ്യമായി എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയും മക്കളും, അതുപോലെ എൻ്റെ ഒരു സഹോദരനും, അതുപോലെ എൻ്റെ ഒരു അളിയനും അവൻ്റെ കുടുംബവും എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് ജൽസ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഇത് ഒരു വലിയ മോചിതത്തായാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ വ്യക്തി സാധാരണ വ്യക്തിയാണ്, വളരെ ആത്മാർത്ഥനായ അഹമ്മദിയാണ്. വളരെ ചെറിയ വരുമാനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ തബ്ലീഗിന് വളരെയധികം ആവശ്യമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. എവിടെ പോയാലും അദ്ദേഹം തബ്ലീഗ് ചെയ്യും. അതുപോലെ പലരെയും സ്വന്തം ചെലവിൽ പള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. ഗുവാഹട്ടിമാലയിൽ നിന്നും റാമിറോ മാർട്ടിനീസ് സാഹിബ് പറയുന്നു, എനിക്ക് ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. MTA മുഖേന UK ജൽസയുടെ അതുപോലെ മറ്റു സ്ഥലങ്ങളിലെ വീഡിയോയും കണ്ടുകൊണ്ട്
ഈ ആഗോള വ്യവസ്ഥിതി തീർച്ചയായും ദൈവിക വ്യവസ്ഥിതിയാണ് എന്ന് എനിക്ക് ഉറപ്പായി. കാലത്തിൻ്റെ ഖലീഫ തീർച്ചയായും അള്ളാഹുവിൽ നിന്ന് നിയമിക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് അദ്ദേഹം നമുക്ക് ഇന്ന് മുസ്ലിങ്ങളുടെ എങ്ങനെയുള്ള മുഖമാണ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഭാവിയിൽ ഞാൻ കാലത്തിൻ്റെ ഖലീഫയുടെ ഖുതുബകൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇദ്ദേഹം 35 വർഷം വരെ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളിൽ അംഗമായിരുന്നു. എന്നാൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയും ഒരു വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്വയം അന്വേഷണം നടത്തി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. പള്ളിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെയാണ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അഹമ്മദിയത്തെ സ്വീകരിച്ചതിന് ശേഷം ഇതുവരേക്കും ഒരിക്കൽ വണ്ടി കേടുവെന്ന കാരണത്താൽ ജുമാക്ക് വരാൻ സാധിച്ചില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും എല്ലാ തവണയും ജുമാക്ക് അദ്ദേഹം വന്നിരുന്നു. 5 നേരം നമസ്കാരത്തിനുള്ള സൗകര്യം വീട്ടിൽ അദ്ദേഹം ഒരുക്കിയിരുന്നു. ഗോയിറ്റിമാലയിലെ ഔലീൻ ബെൻസലീസ് എന്ന യുവതി പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന് ഒരു വ്യവസ്ഥിതി ഉണ്ടെന്നും എല്ലാവരും ഐക്യതയോടുകൂടിയാണ് UK ജൽസയിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായി. ഈ വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവളാണ്. കാലത്തിൻ്റെ ഖലീഫയുടെ വാക്കുകൾ കേൾക്കുവാൻ ലോകത്തിലെ വലിയൊരു വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വ്യസനകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പ്രശ്നങ്ങളും യുദ്ധാവസ്ഥയും ഉടലെടുത്തിരിക്കുന്നത്. ദുആ കൊണ്ട് എല്ലാം സാധിക്കുമെന്നും എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ദുആ കൊണ്ട് പരിഹരിക്കപ്പെട്ടു എന്നും അഹമ്മദിയത്തിൽ പ്രവേശിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി. എൻ്റെ നശിച്ചു പോവാനിരുന്ന വീട്, എൻ്റെ കുടുംബം നശിച്ചു പോകാനിരുന്ന കുടുംബത്തെ ഖലീഫയുടെ ദുആ കൊണ്ട് എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. കാലത്തിൻ്റെ ഖലീഫയ്ക്ക് നന്ദി പറയുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പറയുന്നു, ആദ്യമായി പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് വിജയത്തിൻ്റെ വർഷമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ പരിപൂർണർ ഒന്നുമല്ലെങ്കിലും ഞങ്ങളുടെ ആത്മീയതയുടെ പുതിയൊരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഞാൻ തുടർന്ന് എല്ലാ വർഷവും ജൽസയിൽ പങ്കെടുക്കുന്നതാണ്. നൈജറിലുള്ള അഹമ്മദി സുഹൃത്തായ ഈസ ബാബ സാഹിബ് പറയുന്നു, ഞാൻ ഖുതുബയിൽ മസീഹ് ഇസ്ലാമിൻ്റെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. കാലത്തിൻ്റെ ഖലീഫ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഉദാഹരണം അവതരിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി. തൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിഥികളുടെ സുഖസൗകര്യങ്ങളെ മുൻഗണിച്ചുകൊണ്ട് എപ്രകാരമാണ് ഹദരത്ത് മസീഹ് ഇസ്ലാം തൻ്റെ കിടക്ക നൽകിയത് എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. രാത്രി മുഴുവനും അദ്ദേഹം വളരെ പ്രയാസത്തോടെ കഴിച്ചുകൂട്ടി. ഇതുപോലെ മറ്റൊരു ഉദാഹരണം എനിക്ക് ജൽസയിൽ നിന്ന് കാണാൻ സാധിച്ചത് അവിടെ ഒരു പരസ്പര സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി എന്നതാണ്. ചളിക്കുണ്ടിൽ മുങ്ങിക്കിടന്നിരുന്ന കാറുകളെ ഖാദിമീങ്ങൾ തങ്ങളുടെ ശരീരമൊന്നും ശ്രദ്ധിക്കാതെ പുറത്തെടുക്കുകയായിരുന്നു. ഈ ഒരു സാഹോദര്യത്തിൻ്റെ കുറവാണ് ഇന്ന് മുസ്ലിം ലോകം ഇത്രത്തോളം നിന്ദിതരും അപഹാസ്യരും ആയിരിക്കുന്നതിനുള്ള കാരണം. ഈ ഒരു പരിഹാരം കാലത്തിൻ്റെ ഖലീഫത്തുൽ മസിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സമദ് ഖോരി സാബ് അൽബാനിയയിൽ നിന്നും എഴുതുന്ന ഒരു സുഹൃത്ത് ഡോക്ടർ ബിയാർ സാഹിബ് പറഞ്ഞു, ഞാൻ കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ കൂടാതെ ജൽസയുടെ മറ്റു പ്രഭാഷണങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ തന്നെ കണ്ടു. ഇക്കാലത്ത് ഇത്തരമൊരു സാഹചര്യത്തിൽ ജൽസസാല എന്ന ജനങ്ങളുടെ ഹിദായത്തിന് വേണ്ടി സന്മാർഗത്തിനായി വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. പറയുന്ന കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണങ്ങൾ വളരെ ലളിതമായ ഭാഷയിലായിരുന്നെങ്കിൽ കൂടി ഒരു വലിയ ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നതായിരുന്നു. എല്ലാവരും ധാർമ്മികമായ നിയമങ്ങളൊക്കെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഭൗതിക സംഘടനകൾ വാദിക്കുന്നത് ഞങ്ങൾ ലോകത്ത് മനുഷ്യത്വം നിലനിർത്തും, മനുഷ്യൻ്റെ അവകാശങ്ങൾ അവന് നേടിക്കൊടുക്കും, ലോകത്തെ രക്ഷിക്കും എന്നൊക്കെയാണ്. എന്നാൽ അവർ മറന്നിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പാഠങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിലനിർത്തിയിരിക്കുന്നു എന്നും അതിൻ്റെ യഥാർത്ഥ ധ്വജവാഹകർ, അതിൻ്റെ പതാക ഏന്തിയവർ അഹമ്മദിയ ജമാഅത്താണെന്നുമുള്ള കാര്യം ഇക്കൂട്ടർ മറന്നിരിക്കുകയാണ്. ഇത്തവണ ജൽസസാലനയിൽ ഞാൻ കണ്ട ദൃശ്യങ്ങൾ ജമാഅത്ത് അഹമ്മദിയും അതുപോലെ ഹ്യൂമാനിറ്റി ഫസ്റ്റും കൂടി ആഫ്രിക്കയുടെ ദരിദ്രരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും അതൊക്കെ കണ്ട് ഞാൻ പ്രഭാവിതനാകുകയും ചെയ്യുകയുണ്ടായി. അവിടെയുള്ള കുട്ടികളുടെ കണ്ണുകളിൽ അപ്പോൾ ഞാൻ കണ്ട തിളക്കം ഇന്നത്തെ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും മറനീക്കുന്നതായിരുന്നു. കാരണം ലോകത്തിലുള്ള വലിയ വലിയ നേതാക്കന്മാരൊക്കെ വെറും വിടുവായുത്തങ്ങൾ പറയുകയും വലിയ വലിയ പ്രോപ്പഗണ്ടകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ വെറും
നിരർത്ഥകമാണ്, വ്യർത്ഥമാണ്. അവരുടെ കണ്ണുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അവർ ജീവന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്, ജീവന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ജീവിതം വെള്ളത്തിൽ ആണ് അധിഷ്ഠിതമായിരിക്കുന്നത്. വെള്ളത്തിന് പുറത്താണ്, വെള്ളമില്ലെങ്കിൽ ജീവിതമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമായി അവിടെ വെള്ളം ലഭിച്ചപ്പോൾ അവർ എത്ര ആസ്വദിച്ചുകൊണ്ടാണ് ആ വെള്ളം കുടിക്കുന്നത് ആ വീഡിയോയിൽ കാണുകയുണ്ടായത്. ജൽസ സാലൈനയുടെ അവസരത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ആശംസകൾ അറിയിച്ചുകൊണ്ടും UK നിന്നും അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വളരെ ഉന്നതരായ പ്രശസ്തരായ വ്യക്തികളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ 109 സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. വീഡിയോ സന്ദേശങ്ങൾ, ഓഡിയോ സന്ദേശങ്ങൾ, അതുപോലെ എഴുത്ത് രൂപത്തിലുള്ള ടെക്സ്റ്റ് സന്ദേശങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. UK കൂടാതെ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ വന്നത് US-ൽ നിന്നാണ്. സിയറലിയോൺ, ഗാംബിയ, സെനഗാൽ, കെനിയ, സ്പെയിൻ, ഹാലൻഡ്, ജർമ്മനി ഇവയിൽ നിന്നുമൊക്കെ വരികയുണ്ടായി. പ്രൈം മിനിസ്റ്റർ UK, പ്രൈം മിനിസ്റ്റർ കാനഡ, അതുപോലെ ലേബർ പാർട്ടിയുടെ ലീഡർ, അതുപോലെ UKയുടെ ലിബ്ഡം ലീഡർ, അതുപോലെ UKയുടെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഒക്കെ തന്നെ സന്ദേശം അറിയിക്കുകയുണ്ടായി. അതുപോലെ 8 മിനിസ്റ്റർമാർ, അതുപോലെ 11 ഷാഡോ മിനിസ്റ്റർമാർ, അതുപോലെ 4 മുൻ സെക്രട്ടറി ആൻഡ് സ്റ്റേറ്റ്, അതുപോലെ ലണ്ടൻ പോലീസ് കമ്മീഷണർ, 4 നാഷണൽ റിലീജിയസ് ലീഡേഴ്സ്, 13 മേയർമാർ എന്നിവരുടെയൊക്കെ സന്ദേശം ലഭിക്കുകയുണ്ടായി. അതുപോലെ വ്യത്യസ്ത മേഖലകളിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. MT ആഫ്രിക്കയുടെ റിപ്പോർട്ടും ഉണ്ടാകുകയുണ്ടായി. കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ ഇത്തവണയും MT ആഫ്രിക്ക മുഖേന ആഫ്രിക്ക മുഴുവൻ ജൽസസാലൈനയുടെ UK പരിപാടികൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതേക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവക്കുറിപ്പുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ MT ആഫ്രിക്കയെ കൂടാതെ ജൽസസാലൈനയുടെ സംപ്രേഷണം മറ്റ് ലോക്കൽ TV ചാനലുകളിലും കൂടി സംപ്രേഷണം ചെയ്യപ്പെടുകയുണ്ടായി. ഈ വർഷം ഗാംബിയ, സിയറലിയോൺ, ലൈബീരിയ, ഘാന, യുഗണ്ട, മാലി, റവാണ്ട, ബറോണ്ടി, സെനഗൽ, ബുർക്കിന ഫാസോ 14 സ്ഥലങ്ങളിൽ 14 വ്യത്യസ്ത TV സ്റ്റേഷനുകളിൽ എൻ്റെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കപ്പെടുകയുണ്ടായി, ലൈവായി കേൾപ്പിക്കപ്പെടുകയുണ്ടായി. ഒരു കണക്കനുസരിച്ച് 55 ദശലക്ഷം 55 മില്യണിൽ അധികം പേരിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുകയുണ്ടായി. കൊറോണ കാരണം ആഫ്രിക്കയിൽ നിന്നും പുറമെയുള്ള സഹോദരന്മാർക്ക്, അതിഥികൾക്ക് ജൽസയിൽ പങ്കെടുക്കാൻ ഇവിടെ സാധിച്ചില്ല. അവരുടെ ഒരുപാട് അപേക്ഷകൾ വന്നുകൊണ്ടിരുന്നു. അവർക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. ഹൗസ ഭാഷയിൽ ആദ്യമായാണ് തർജ്ജമയുണ്ടായത്. ഈ ഭാഷ ആഫ്രിക്കയിലെ 50 ദശലക്ഷത്തിലധികം പേർ സംസാരിക്കുന്ന ഭാഷയാണ്. ആഫ്രിക്കയിലെ 16 വ്യത്യസ്ത TV ചാനലുകൾ ജൽസസാലാന UKയുടെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ആ ചാനലുകൾ കാണുന്നവരുടെ എണ്ണം 60 മില്യണിൽ അധികമാണ്. 60. യുഗാണ്ടയിൽ നിന്നും മിഷണറി സക്കി സാബ് എഴുതുന്നു, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ജമാഅത്തിനെതിരെ പ്രൊപ്പഗണ്ടകൾ ശത്രുക്കൾ ഈ ജൽസയെക്കുറിച്ച് നടത്തുകയുണ്ടായി. അവർ പറഞ്ഞത് ഇവരുടെ ഖുറാൻ വേറെയാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഇവരുടെ ജൽസ കേൾക്കരുത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവർ വിജ്ഞാപനങ്ങൾ ഇറക്കിയും അങ്ങനെ പരസ്യ പ്രഖ്യാപനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. ജൽസ കാണരുത് എന്ന് പ്രോപ്പഗണ്ട നടത്തി. ഇവർ കാരണം ഇവരുടെ ഖുറാനൊക്കെ തന്നെ വേറെയാണെന്ന് അവർ പറഞ്ഞു പരത്തി. ഇവരുടെ പ്രോപ്പഗണ്ട ഫലമായി യുഗാണ്ടയിൽ ഒരുപാട് ജനങ്ങൾ ജൽസ സാലാന കേൾക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കുകയുണ്ടായി. അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഒരുപാട് അനാമതി സഹോദരങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ജമാഅത്തിനെതിരെ ഇവരുടെ പ്രൊപ്പഗണ്ട മുഖേന ഞങ്ങൾക്ക് ജൽസ കാണണം എന്നുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാകുകയുണ്ടായി. ജൽസ കണ്ട ശേഷം ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു പരിവർത്തനമുണ്ടായി. ഞങ്ങൾക്ക് മനസ്സിലായി അഹമ്മദികളുടെ ഖുർആൻ തന്നെയാണ് യഥാർത്ഥ ഖുർആൻ. മറിച്ച് അഹമ്മദികളാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഖുറാനെ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. യുഗാണ്ടയിൽ നിന്നും ഒരു കാത്തലിക് സഹോദരൻ എഴുതുന്നു, ഞാൻ യുഗാണ്ടയുടെ നാഷണൽ TVയിൽ ജൽസയെക്കുറിച്ചുള്ള പരസ്യം കണ്ടു. UK-യിൽ ഒരു ഇസ്ലാമിക കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് കോൺഫറൻസാണ് ഇതുള്ളത് എന്ന് നോക്കാമല്ലോ. ഞാൻ ശനിയാഴ്ച TV ഓണാക്കിയപ്പോൾ
ഒരു വെള്ള തലപ്പാവ് ധരിച്ച ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി പ്രഭാഷണം നടത്തുകയായിരുന്നു. പ്രഭാഷണം തുടങ്ങിയതായിരുന്നു. അതിനുശേഷം എനിക്ക് ടി വിൻ്റെ മുമ്പിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിച്ചില്ല. തുടക്കം മുതൽ അവസാനം വരെ മുഴുവൻ പ്രഭാഷണവും ഞാൻ കേൾക്കുകയുണ്ടായി. പറഞ്ഞു, സ്ത്രീകളെ കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ എവിടെയും ലഭിക്കില്ല. ഞാൻ ഇതുവരെ ഒരു വ്യക്തിയും ഇതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാളെയും ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം അപ്പോൾ തന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ ബന്ധപ്പെട്ടു. എന്നിട്ട് എനിക്ക് ഈ പ്രഭാഷണത്തിന്റെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറയുകയുണ്ടായി. സ്ത്രീകളോടുള്ള പ്രഭാഷണത്തിന്റെ അദ്ദേഹത്തിന് ഇൻഷാല്ല അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ലൈബ്രറിയിൽ നിന്നും അബ്ദുള്ള എന്നു പേരുള്ള ഒരു അനഹമ്മദി സഹോദരൻ പറയുന്നു, അഹമ്മദി മുസ്ലിങ്ങളും മറ്റുള്ള മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെ ഞാൻ ജൽസയുടെ പ്രോഗ്രാമുകൾ കാണാൻ തുടങ്ങി. കൂടാതെ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് അനഹമ്മദി പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുമായിരുന്നു അത്. ജൽസ കണ്ടതിന് ശേഷം ഇതെല്ലാം ജമാഅത്തിനെതിരെ നടത്തപ്പെടുന്ന തെറ്റായ പ്രചരണങ്ങളാണെന്ന് എനിക്ക് പരിപൂർണമായി ബോധ്യമായി. എല്ലാം കളവാണ്. യഥാർത്ഥത്തിൽ അഹമ്മദിയ ജമാഅത്തിലൂടെ ഇസ്ലാമിൻ്റെ സന്ദേശമാണ് ലോകം മുഴുവൻ വ്യാപിക്കുന്നത്. മറ്റുള്ളവർക്കും ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമായി ഞാൻ മനസ്സിലാക്കുന്നു. അതായത് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത്. ലൈബ്രറിയിൽ നിന്നും ഒരു അനഹമ്മദി സുഹൃത്ത് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. മതസൗഹാർദ്ദം, മതസഹിഷ്ണുത എന്ന നിലയ്ക്ക് ജൽസയുടെ പ്രോഗ്രാമുകൾ കാണാൻ തീരുമാനിച്ചു. സ്റ്റേജിൻ്റെ ബാനറിൽ എഴുതിയ ഖുർആനായത്ത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അഹമ്മദികളെ കുറിച്ച് അനഹമ്മദി പണ്ഡിതന്മാർ പ്രചരിപ്പിച്ചിട്ടുള്ളത് അഹമ്മദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖാത്തമുൻ നബീൻ ആയി കരുതുന്നില്ല എന്നാണ്. തിരുനബിയെ അവർ ആദരിക്കുന്നില്ല എന്നാണ്. എന്നാൽ അതിനൊക്കെ വിപരീതമായി അഹമ്മദികൾ ലോകം മുഴുവൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രചരിപ്പിക്കുന്നു എന്ന് കാണുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ പ്രഭാഷണത്തിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളും അതിനെ തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രതിപാദിച്ചതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ വ്യക്തമായ തെളിവാണ്. പ്രസ് ആൻഡ് മീഡിയ മുഖേനയും ഇത് ഇടയിൽ വന്നതാണ്, പേജുകൾ വന്നതാണ്. മറ്റു കാര്യങ്ങൾ പിന്നീടും പറയുന്നതായിരിക്കും. ഇനി പ്രസ് മീഡിയയെ കുറിച്ചുള്ള വിവരണമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പ്രസ് ആൻഡ് മീഡിയ മുഖേന കവറേജ് ഉണ്ടായി. BBC തങ്ങളുടെ റീജിയണൽ TV-യിൽ അത് നൽകിയിരുന്നു. BBC സൗത്ത് പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ഒരു ഡോക്യുമെൻ്ററി അവർ പ്രദർശിപ്പിക്കുകയുണ്ടായി. BBC വേൾഡും ഈ റിപ്പോർട്ട് നൽകുകയുണ്ടായി. അത് 200 രാജ്യങ്ങളിലാണ് വീക്ഷിക്കപ്പെട്ടത്. അതുകൂടാതെ BBC നാഷണൽ വാർത്താ ചാനലിലും ഈ വാർത്ത വന്നു. പുനഃസംപ്രേഷണവും ഉണ്ടായിരുന്നു. കൃത്യമായി എത്ര പേരിലേക്ക് ഈ സന്ദേശം എത്തി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറയപ്പെടുന്നു. എങ്കിലും ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കവറേജ് ഏകദേശം 52 മില്യൺ ജനങ്ങളിലേക്ക് ആണ് എത്തിയത്. 40 വെബ്സൈറ്റുകൾ ജൽസയുടെ വാർത്ത നൽകി. അവരുടെ വായനക്കാരുടെ എണ്ണം 27 മില്യൺ ആണ്. 20 പത്രമാധ്യമങ്ങളിൽ ജൽസയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവയുടെ വായനക്കാരുടെ എണ്ണം 7,35,000 ആണ്. ജൽസയെക്കുറിച്ച് 16 റേഡിയോ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു. 16 മില്യൺ ജനങ്ങളിലേക്ക് സന്ദേശമെത്തി. അതുപോലെ 12 TV ചാനലുകൾ ജൽസയുടെ വാർത്ത സംപ്രേഷണം ചെയ്തു. അതിൻ്റെ കവറേജ് 22 ലക്ഷം ജനങ്ങളിലേക്ക് എത്തുകയുണ്ടായി. ഈ മാർഗങ്ങളെല്ലാം കൂടാതെ സോഷ്യൽ മീഡിയ മുഖേനയും ഏകദേശം 63 ലക്ഷം ജനങ്ങളിലേക്ക് സന്ദേശമെത്തി. ഢാക്കയിലെ അമീർ സാഹിബ് ബംഗ്ലാദേശിൽ നിന്നും എഴുതുന്നു, ഢാക്കയിലെ കേന്ദ്രത്തിലെ മർക്കസിലെ മസ്ജിദായ നാരായൺഗഞ്ച്, ബാമൻ, ബാട്ടിയാൻ, ചിറ്റഗാങ്ങിൽ ലൈവ് സ്ട്രീമിംഗ് വഴി ജൽസയിൽ അവർ പങ്കെടുക്കുകയുണ്ടായി. പറയുന്നു, റിപ്പോർട്ട് അനുസരിച്ച് 800-ലധികം അനാമതി അതിഥികൾ ജൽസയുടെ പ്രോഗ്രാമുകൾ കാണുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും പറയുന്നു, ബംഗ്ലാദേശിലെ 10 ഓൺലൈൻ പോർട്ടലുകളിലും പത്രങ്ങളിലും ജൽസയുടെ വാർത്തകൾ ഫോട്ടോ സഹിതം പ്രസിദ്ധപ്പെടുത്തി. ഇതിൽ 3 വളരെയധികം പ്രശസ്തമായതും വളരെ വിഖ്യാതവുമാണ്. വളരെ സൂക്ഷ്മതയോടെ എടുത്ത കണക്കനുസരിച്ച് ഓൺലൈൻ റിപ്പോർട്ട്സും പത്രങ്ങളിലൂടെയും 54 ലക്ഷം ആളുകൾ ഈ വാർത്ത വായിക്കുകയുണ്ടായി. MTA മുഖേനയും കവറേജ് ഉണ്ടായി. MTA ഇന്റർനാഷണൽ മുഖേന യൂട്യൂബിൽ 15 മില്യണിലധികം പേർ ഇത് വിസിറ്റ് ചെയ്തു. ഏകദേശം 5 ലക്ഷം മണിക്കൂർ യൂട്യൂബിലൂടെ MTA കാണുകയുണ്ടായി. ഇൻസ്റ്റഗ്രാമിൽ 35,000 പേർ MTAയുടെ പേജ് കാണുകയുണ്ടായി. 1.97 മില്യൺ ആളുകളിലേക്ക് അത് എത്തുകയുണ്ടായി. ട്വിറ്ററിൽ 1,00,000-ലധികം പേർ MTAയുടെ പേജ് കാണുകയുണ്ടായി. 35,000-ലധികം പേർ അത് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തു. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തു. ഫേസ്ബുക്കിലൂടെ 5.5 ലക്ഷം പേരിലേക്ക്
സന്ദേശം എത്തി. അതുപോലെ MTA വെബ്സൈറ്റ് 1,00,000 പ്രാവശ്യം കാണുകയുണ്ടായി. MTA ഓൺ ഡിമാൻഡ് വഴിയും 2,00,000-ൽ കൂടുതൽ സഹോദരങ്ങൾ ജൽസ വീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ചുരുക്കിയ ചില വിവരണങ്ങളാണ് ഇവിടെ നൽകിയത്. ഇതിനും ഒരുപാട് സമയമെടുത്തു. അള്ളാഹു ഈ ജൽസയുടെ മറ്റു ഫലങ്ങളും സൃഷ്ടിക്കുമാറാകട്ടെ. സത്യഹൃദയർക്ക് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിലേക്ക് മുമ്പത്തേക്കാൾ ഉപരി ശ്രദ്ധിക്കാനുള്ള തൗഫീക്ക് ലഭിക്കട്ടെ. നാമധാരികളായ മുല്ലാക്കളിൽ നിന്നും ജമാഅത്തിനെയും എല്ലാ സത്യഹൃദയരെയും അള്ളാഹു സംരക്ഷിക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.